മഹോദർ ബാബാജി, മാതാജി, സുനിത ദീദി, എല്ലാ ഗുരുമണ്ഡലിക്കും നമുക്ക് എല്ലാവരെയും വരവേൽക്കാം. എല്ലാവർക്കും അതെ. നന്ദി അറിയിക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. ഉം. നമസ്തേ മാസ്റ്റർ. ഞാനും ആദ്യം ALC-യിലേക്ക് മാതാർ ബാബാജിക്കും മാതാജിക്കും എന്റെ കുലദേവിക്കും മീൻ കുലത്തി അമ്മയ്ക്കും ചാമുണ്ടജ ദേവിക്കും സുനിതമാനും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കും. മാസ്റ്റർ KLC മലയാളം ഗ്രൂപ്പിലേക്ക് സ്വാഗതം. താങ്ക് യു. മാസ്റ്റർ മെഡിറ്റേഷൻ ALC-യിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഒന്ന് ഷെയർ ചെയ്യോ? എങ്ങനെയാണ് മാസ്റ്റർ സ്വയം എവിടെയാണ് പേരെല്ലാം ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഓക്കെ, എന്റെ പേര് സതീഷ് നഗ്യർ. ഞാൻ ഡൽഹി ബേസ്ഡ് ആണ്. ഫോർ ലാസ്റ്റ് 50 years ആയിട്ട്. ബേസിക്കലി ഐ എം ഫ്രം അമ്മ പാലക്കാടാണ്, അച്ഛൻ തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ്, കോട്ടപ്പുറം എന്ന് പറയും. ഓക്കെ. അപ്പോ എഴുതാനും വായിക്കാനും മലയാളമൊന്നും അറിയില്ല. നിങ്ങൾ തന്നെ ജനിച്ചത് നാട്ടിലായിരുന്നു, വളർന്നതെല്ലാം നോർത്തിൽ തന്നെ ആയിരുന്നു. രാജസ്ഥാനില്, ബോംബെയിലും അവിടേക്ക് ഇങ്ങനെ ആയിട്ട്. ഡൽഹിയിലെ ഫൈനലി അച്ഛൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലായിരുന്നു, ഇവിടെ വന്നിട്ട് സെറ്റിൽ ആയിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ ALC-യിൽ വന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു. ഏപ്രിൽ ഒരു 15-ാം തീയതി വിഷു കഴിഞ്ഞ ശേഷം, അതുകൊണ്ട് എനിക്ക് ഡേറ്റ് അത്ര ഓർമ്മയില്ല. അങ്ങനെ വന്നത്. അങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആൻസിസ്റ്റേഴ്സിന്റെ ആ ഒരു സെക്ഷനിൽ ആയിണ്ടാവും അല്ലേ? ആൻസിസ്റ്റേഴ്സ്, അതെ. അല്ല, സുനിത ഇന്ത്യയും പിന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോ 4-5 അതുണ്ടായിരുന്നു, എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഞാൻ ഇതിൽ വന്നു, ALC-യിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ALC-യിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദശമഹാവിദ്യ തുടങ്ങി. അങ്ങനെ ദശമഹാവിദ്യ കഴിഞ്ഞു, ഇടയിൽ കഴിഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് ഒരു ഗ്യാപ്പ് കൊടുത്തു. പിന്നെ താങ്ക്സ് ടു ഗീതാജി ഞാനിത് തിരിച്ചു വന്നു. അതെ, എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെയും തിരിച്ച്. അതെ, എനിക്ക് തോന്നുന്നത് മാവത്താർ ബാബാജി ചെവി പിടിച്ചിട്ടാ തിരിച്ചു കൊണ്ടുപോകുന്നത് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. മാസ്റ്റർ ഇന്ന് പോണ്ട ആളേ അല്ല. അയ്യോ. അതെ, അതിൽ പറഞ്ഞ മാവത്താർ ബാബാജിനെ ചെവി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു, നീ ഇവിടെ ഇരിക്കേ പറഞ്ഞു. അപ്പൊ അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ പോകാനുള്ള എനിക്ക് ധൈര്യം ഒരിക്കലും വന്നില്ല. ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യണു. കുറെ ലേണിംഗ് ഉണ്ടായിരുന്നു. ആദ്യമൊന്നും മനസ്സിലായില്ല, എന്താ നടക്കണമെന്നും മനസ്സിലായില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഹീലിംഗ് നടക്കണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഡേ ടു ഡേ എല്ലാവരുടെയും ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ എത്ര ഹീലിംഗ് നടക്കണേ, എത്ര ഡിഗ്രി ഓഫ് ഹീലിംഗ് ഓരോ ആൾക്കുണ്ട്. അപ്പൊ എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നി. എന്നാലും ഭയങ്കര ഹീലിംഗ് ആയി തോന്നുന്നുണ്ട്, ഭയങ്കര ഡിഫറൻസ് ആയി തോന്നുന്നുണ്ട്. ഞാൻ മറ്റേ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എനിക്ക് എനർജി ഉണ്ടായിരുന്നു, പക്ഷെ ഒരു അങ്ങനെ ഡെവലപ്മെന്റ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ALC-യിൽ വന്നപ്പോ ഒരു നല്ല ഡെവലപ്മെന്റ് ആയിട്ട് തോന്നി. പിന്നെ അങ്ങനെ ഒരു ഗുരുവിന്റെ ചാനലിങ്ങിലൂടെ വരുമ്പോ നമ്മുടെ ബോഡി ലൈറ്റ് ബോഡി ആവണത് തിരിച്ചറിയുന്നുണ്ട് മാസ്റ്ററിന്? എനിക്കൊക്കെ അത് തിരിച്ചറിയുന്നുണ്ട്. ലൈറ്റ് ബോഡി. അതെ, എന്റെ ബോഡി ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് നല്ല ഫീലിംഗ് ആയിട്ടുണ്ട്. എനിക്ക് കുറെ നേരം ഇരിക്കുമ്പോ നമുക്ക് പെയിൻ ഒക്കെ കുറയുണ്ട്, അങ്ങനെ മുമ്പത്തേക്കാളും എനിക്ക് ആദ്യമൊന്നും ഇരിക്കുമ്പോ ഭയങ്കര പെയിൻ ആയിരുന്നു. കാല് മുട്ട് താഴെ ചെമ്പറ മഞ്ഞിട്ട് ഇരിക്കണല്ലോ. അപ്പൊ അങ്ങനെ വൈഫിന്റെ യോഗമായിട്ടൊക്കെ ഞാൻ കടം വാങ്ങിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിലും ഇരിക്കാൻ പറ്റുന്ന ആദ്യം യോഗമായിട്ടായിരുന്നില്ല. ആദ്യം ഒരു ചെറിയ അതില് വിരിപ്പ് വിരിച്ചിട്ട് ഇങ്ങനെ ഒരു കുഷൻ വെച്ചിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ അതിലും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പോഴാണ് ഞാൻ ഗീതാജിനെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. എങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ആൾക്കാർ എങ്ങനെ 3 മണിക്കൂർ തിരിച്ചിരുന്നു. അപ്പോ നിങ്ങളെ എൻകറേജ്മെന്റ് കാരണം കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് മറന്നുപോയി. അപ്പൊ അതിപ്പോ വേദന ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നില്ല. അതെ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മുടെ ബോഡി എത്ര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യേണ്ടത്. അതെ, ഡെഫിനറ്റ്ലി. ഫസ്റ്റ് ദശമഹാവിദ്യക്ക് ഇരിക്കുമ്പോ കുറച്ചേരം ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് കഷ്ടം ഉണ്ടാവാറുണ്ട്. അതെ, ഒരുപാട് ചേഞ്ചസ്. അതെ, പിന്നെ അങ്ങനെ മാറ്റിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നല്ല ചേഞ്ചസ് ആയി. പിന്നെ ഓരോരോ ദിവസം എനിക്ക് 2:30 മണിക്ക് എണിക്കണമെന്ന് ആഗ്രഹം തോന്നി. കറക്റ്റായി 2:30 മണിക്ക് എണിക്കും. 2:15 എണിക്കും. 2:20 ആക്കി. ആദ്യം 2:30 ആയിരുന്നു, 2:25 ആക്കി, 20 ആക്കി, 2:15 ആയി. ഇപ്പൊ 3 മണിക്ക് 2:15 എണിക്കും. അപ്പൊ നീ ഇപ്പൊ തോന്നേണ്ട 2 മണിക്ക് എണിക്കുന്നാലേ കുറച്ചുകൂടി അത് കേൾക്കാൻ പറ്റില്ല. മറ്റേത് ഗായത്രി മന്ത്രമൊന്നും കേൾക്കാൻ പറ്റില്ല. കുളിച്ചെല്ലാം വരുമ്പോഴേക്കും വിളക്ക് കൊടുക്കുമ്പോഴേക്കും അത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഒരു 10 മിനിറ്റ് കൂടി മുമ്പ് എണിക്കണം. അത് നമുക്ക് റെഡി ആവുള്ള സമയം മാസ്റ്റർ. അത് അവിടെ ഓൺലി വോളിയത്തിൽ പോട്ടെ, നമുക്ക് റെഡി ആവുള്ള സമയമാണത്. അത് ഞാൻ ചിലപ്പോ ചെവിയിൽ ഇട്ടിട്ട്, അല്ല ഞാൻ കുളിക്കാൻ പിന്നെ കുഴപ്പമില്ല.
ആ അതെ, അത് നമുക്ക് റെഡി അങ്ങനെ ആവാനുള്ള സമയമാണ്. എല്ലാവരും അങ്ങനെയാണ്, റെഡി ആവാൻ അത് വേണ്ടിയിട്ട് അതെ തയ്യാറെടുപ്പിലുള്ള ഞാൻ സമയം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവര് 3-5 ആവുന്നുണ്ട്. പക്ഷെ ഒരു ആ, പ്രാവശ്യം ദശാമാവിദ്യയില് പറഞ്ഞിട്ടായിരുന്നു കറക്റ്റ് സമയത്തിൽ മുമ്പ് അടിക്കണം, ബാബാജി അതെ എവിടെ ഒന്ന് ഇരിക്കും. അതെ അപ്പോ അതെ, തീർച്ചയായും അതൊരു ടൈമിംഗ് നമ്മൾ ഡിസിപ്ലിൻ. കീപ്പ് ചെയ്യാം. അതെ അതെ, അതെ. എനിക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഡിസിപ്ലിൻ പല കാര്യങ്ങളും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ആ എന്താണെന്ന് അറിയില്ല. എനിക്ക് നമ്മളുടെ ആ, സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. വീട്ടിൽ എപ്പോഴും വഴക്ക് പറയുന്നത് ഞാൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അമ്മയും അച്ഛനും സിസ്റ്ററും വൈഫും അവരൊക്കെ ഭയങ്കര ചിട്ട പറയണ അങ്ങനത്തെ ചിട്ടയുള്ള ആൾക്കാർ. ഞാൻ മാത്രം ഒരു അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഇല്ലാത്തൊരു ഇല്ല. ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷെ ഓഫീസിൽ പോകുമ്പോഴും 9:10 സമയം കൂടി വന്നാൽ ഞാൻ 9:10 എത്തുണ്ടാവുള്ളൂ. അതൊക്കെ ആ, ഞാൻ അങ്ങനെ. പിന്നെ അങ്ങനത്തെ അത്. അപ്പോ അത് എന്താണെന്ന് അറിയാം. ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആവണില്ല. പക്ഷെ ഇതില് ഞാൻ വന്നപ്പോ ഞാൻ കറക്റ്റ് സമയത്തിന് ഞാൻ എണീക്കില്ല. അതെ, നമ്മൾ കറക്റ്റ് ഒരു അതന്നെ നമ്മുടെ ഏറ്റവും വലിയ മാറ്റം. അതെ, അത് ഏറ്റവും വലിയ മാറ്റം. എനിക്ക് അത് ചെയ്യാൻ പറ്റിയ ഒരു വീട്ടുകാരും ഭയങ്കര അത്ഭുതപ്പെടുന്നുണ്ട്. ഇതൊക്കെ ആ എങ്ങനെ എത്ര വേഗം അഡാപ്റ്റ് ചെയ്തു എന്ന്. ആ മാസ് അങ്ങനെ ആ, മാസ്റ്ററുടെ ആ ഒരു മാറ്റം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം. കാരണം മാസ്റ്റർ ഇന്ന് എക്സിറ്റ് ആയിട്ട് പോയിട്ട് ആളെ മാസ്റ്റർ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും മാറ്റങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അതെ എക്സ്പീരിയൻസ് അതെ തന്നെ. അതെ അതെ തീർച്ചയായിട്ടും. അതെ അതെ ഞാൻ മെല്ലെ മുങ്ങിപ്പോയതാണ്. ഞാൻ വേറെ ഒരു അതെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതെ അങ്ങനെ അതെ. പിന്നെ ഇവിടുത്തെ മാസ്റ്റർ പോയിന്റ് പിന്നാലെ ഒരു 3-4 പേര് ഒരുമിച്ച് പോയി. അപ്പൊ ഞാൻ വിചാരിക്കും മാസ്റ്ററുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ റിലേഷൻ ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കുന്നത്. പിന്നെ ആരോ ആ ബാബാജി തന്നെ എന്നെ കൊണ്ട് വിളിപ്പിച്ചില്ല. ഒരു ചില പേര് നമ്മൾ തിരിച്ചു വിളിക്കാൻ തോന്നിക്കുക പറയില്ല. മാസ്റ്റർ മാത്രം എന്തുകൊണ്ടോ എനിക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയെന്ന് അറിയില്ല. കാരണം മാസ്റ്റർ ആ. നിരന്തര ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളായിരുന്നു. അതായിരിക്കാം ഒരു കാരണം. പക്ഷെ മാസ്റ്റർക്ക് എന്നും ഒരു മറ്റേവരെയൊന്നും വിളിച്ചില്ലേ? ഇല്ല, വേറെ ആരെയും എനിക്ക് വിളിക്കാൻ അതെ തോന്നിയിട്ടില്ല. ഓൺലി മാസ്റ്റർ. അതെന്തുകൊണ്ടാ വെച്ചാൽ മാസ്റ്റർ ലൈവ് നിറയെ ഡൗട്ട്സുകൾ ചോദിക്കുമായിരുന്നല്ലോ. ആ അപ്പൊ അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ വന്നത്. മാസ്റ്റർ അത് ഡെയിലി ഇങ്ങനെ ഞാൻ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തപ്പോ മാസ്റ്റർ ഡൗട്ട് ചോദിക്കേണ്ടായപ്പോ എനിക്ക് തന്നെ എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യാ. അതെ ഡെയിലി അതെ എല്ലാവർക്കും ആൻസർ. ഉം. അപ്പൊ ശരി, അപ്പൊ എന്തോ ഒരു കാരണം ഉണ്ട്, മാസ്റ്ററെ കൊണ്ട് വിളിപ്പിക്കുന്ന പോലെയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് മാസ്റ്റർ മെസ്സേജ് അയച്ച് തിരിച്ചും ഞാൻ ജോയിൻ ആവാൻ പറഞ്ഞതിന്റെ കാരണം. അപ്പൊ അങ്ങനെ അതെ ആരാണ് ഇപ്പൊ ശാന്തിനി മാമിനെ ഒക്കെ സംബന്ധിച്ച് ആള് ഡെയിലി വരുന്നവരെ നമുക്ക് അറിയാൻ പറ്റും. ഡെയിലി ആളുടെ ഒരു അപ്ഡേഷൻ പോലെ ആളുടെ അനുഭവങ്ങൾ പറയും. അപ്പൊ ആ അങ്ങനെയുള്ളവരെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മിസ്സാവണ പോലെ തോന്നും. അപ്പൊ ബാബാജി തന്നെ നമ്മളെ കൊണ്ട് തോന്നിക്കണതാ തോന്നുന്നു അത് ചെയ്യാനായിട്ട്. അതെ അതെ. അതെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്ത ശേഷം ഒരു ദശമാധ്യായം തുടങ്ങുന്ന മുമ്പേ തോന്നുന്നുണ്ട് ഒരു ലൈവ് വീഡിയോ ഒരു ദിവസം ഇവിടെ സുനീത മാന്റെയും പിന്നെ ലൈവ് വീഡിയോ നടക്കണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു ലൈവായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി ലൈവായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വേഗം ചാടി. അപ്പോ എല്ലാവരും ഉണ്ടായിരുന്നു. സുനീത ഉണ്ടായിരുന്നു, ഗീതാജി ഉണ്ടായിരുന്നു, അതെ പിന്നെ അതെ സ്വാതി മാം. അതെ അതെ. അങ്ങനെ ആ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു. ആ അതെ. അങ്ങനെ ഒന്ന് ഗീതാജിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ ആ ഒരു ഉണ്ടായിരുന്നു ദിവസം. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ആ അത് കഴിഞ്ഞിട്ടാ അതിന്റെ മുമ്പ് അതിന്റെ കഴിഞ്ഞിട്ടാ തോന്നുന്നു ഞാൻ ആ അങ്ങനെ മാസ്റ്റർ ചോദിച്ചു. അത് ഞാനും ചോദിച്ചത്. അപ്പോ അങ്ങനെ സുനിതമ്മ എന്നെ വിളിച്ചത് ഇങ്ങനെ പറഞ്ഞു പാസ്റ്റ് ലൈഫിനെ പറ്റിയിട്ടും പിന്നെ ചാമുണ്ടേശ്വരി ജപം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ 3-3.5 മാസം അത് ചെയ്തു. അപ്പൊ അതെ. അതൊരു കൂടെ കണക്ഷനായി, ആ ഡയറക്റ്റ് കണക്ഷനായി. അപ്പോൾ അതെ അങ്ങനെ അതെ. ആദ്യമായിട്ട് ഞാൻ സുനിതമ്മനെ കാണുന്നത് അങ്ങനെയായിരുന്നു. ഓക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഓക്കെ. ഇത് VMCന്റെ കൂടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ കണ്ടത് ആദ്യം ലൈവായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഡെവലപ്പ് ആയി. പിന്നെ അങ്ങനെ കണക്ഷൻ ഡെവലപ്പ് ആയിട്ട് സുനിതമാമ പിന്നെ ഇവിടെ ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. 3 സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്പോ ഞാന് ഫസ്റ്റ് ഇവിടെ ഭഗവതിയിലെ ഇവിടെ ഡൽഹിയിൽ തന്നെ ആ, ഇവിടുത്തെ ആസാമിലത്തെ ദേവിയാണ്. എന്താ അവിടെ പോകാൻ വേണ്ടി നിന്നപ്പോ എനിക്ക് പോകാൻ പറ്റിയില്ല. ബസ്സിൽ കയറി ഞാൻ തിരിച്ചു പോകണമെങ്കിൽ വന്നു, ലേറ്റ് ആയി. അത് ഓക്കെ. ഭാഗ്യത്തിന് എനിക്ക് അതെ അതെ, പിന്നെ മാസ്റ്റർ ഒന്ന് മെസ്സേജ് ചെയ്ത് പോവാൻ പറ്റിയില്ല പറഞ്ഞിട്ട്. പോകാൻ പറ്റിയില്ല. അതെ, അത് അതെ. കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു 5-6 കിലോമീറ്റർ അടുത്ത് തന്നെ ലക്ഷ്മി നഗർ എന്ന ഏരിയയിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ അവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും സുനിതമായ തന്നെയാണ് വന്നത്. ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു ഇങ്ങനെ വരുന്നത് ഒരു ഇവിടെ പറഞ്ഞ ഡൽഹി പറഞ്ഞ ലക്ഷ്മി നഗർ പറഞ്ഞ ഇങ്ങനെ ചെറിയ ചെറിയ ബൈ ലൈൻസ് ഒക്കെ ഉള്ളതാണ്. ആ ഒരു 10-15 സ്റ്റോറി ബിൽഡിങ്സ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ചെറിയ ചെറിയ ബൈ ലൈൻസ്. അമ്പലം ഞാൻ ആദ്യം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ അമ്പലത്തിലാണ് പോയത്. വലിയ അമ്പലമാണ്. ഞാൻ വിചാരിച്ചു ഓ, ഇവിടെ അവിടെ നോക്കിയപ്പോ അവിടെ ആരും ഒന്നും ഒരു ചത്തും ചൂരും ഒന്നുമില്ല, എവിടെയും ആരും വന്നിട്ടില്ല. ആ പിന്നെ അവിടുന്ന് ഡയറക്റ്റ് ചെയ്തു വേറെ ഒരു സ്ഥലത്ത്. ഒരു റിക്ഷക്കാരൻ കൊണ്ടുപോയി. അവിടെ ഓ, നോക്കിയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു അമ്പലം, ഒരു റൂമിന്റെ ഉള്ളിൽ മാത്രം, ചെറിയ റൂമിന്റെ ഉള്ളിൽ ഒരു ഹനുമാൻജിയും ദേവീന്റെയും ശിവന്റെയും ഒക്കെ അമ്പലം ഫസ്റ്റ് ഫ്ലോറിൽ.
ഒരു വീട്ടിന്റെ ഉള്ളിലത്തെ അമ്പലം അല്ല, പക്ഷെ ചെറിയൊരു അമ്പലം മാതിരി എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പൊ അവിടെയാണ് വരുന്നത്. അപ്പോ അവിടെ അവിടെ എത്തി ഞാൻ വിചാരിച്ചു ഇങ്ങനെ വരിക സീതമ്മ ഇങ്ങനെ ഇത്ര ഇവരൊക്കെ വലിയ ദേവിമായിട്ടുള്ള അതിനെ ഇങ്ങനെ ഇവിടുത്തെ ഈ ഗലീന്റെ ഉള്ളിൽ കൂടെ വരിക. പിന്നെ കണ്ടപ്പോ സുനീതമ്മ വരുന്നു ഒരു സർദാർജീന്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു, ബൈക്കിൽ വരുന്നത്. അപ്പൊ അങ്ങനെ കണ്ടു. അപ്പൊ അങ്ങനെ കണ്ടപ്പോ സന്തോഷമായിപ്പോ അങ്ങനെ അവിടെ കണ്ടിട്ട് പൂവൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ഒരു മണിക്കൂർ കട്ടി ഉണ്ടായിരുന്നു, 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു, 1 മണിക്കൂർ 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി, ഇറങ്ങിപ്പോയി. അപ്പളേ പോയി ഞാൻ ബൈക്കിലല്ല, ഞാൻ നടന്നിട്ട് പോയിട്ട് റിക്ഷ പിടിച്ചിട്ടാ പോയത്. അപ്പൊ ഇവര് മാഡം ബൈക്കിലാ പോയത്, ഇവര് വന്ന ബൈക്കിലാണ് അവര് ഇങ്ങനെ പോയത്. അപ്പൊ പോയ പോലെ അപ്പോഴും എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നു ഫീൽ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ അപ്പോഴേക്കും കേരള ട്രിപ്പിന് വേണ്ടിയിട്ട് അതൊക്കെ വരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മാസ്റ്റർക്ക് എത്താൻ പറ്റിയില്ല. അതെ, കേരള ട്രിപ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഓവർസീസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാട്ടിലൊരു കല്യാണം ഉണ്ട് ഒക്ടോബർ 30 ഉണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അപ്പൊ അത് വരാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും രണ്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ശരി പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും അവര് വിളിക്കുമല്ലോ, അപ്പൊ എന്തായാലും പോവാ വിചാരിച്ചു. അപ്പോഴാണ് ഈ ട്രിപ്പ് നാസിക് ട്രിപ്പ് വന്നത്, നാസിക് ട്രിപ്പ് പബ്ലിഷ് ആയത്. അപ്പൊ മനസ്സിൽ എന്തോ തോന്നി, നാസിക്കിൽ പോവാ, എന്തോ ഉറപ്പിച്ച മാതിരി തന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കൊന്നും അറിയില്ല പോകാൻ പറ്റുമോ ഇല്ലയെന്ന്. നാസിക് എവിടെ കൊടുക്കുന്നു, പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അവിടെ പോവാ, ഒരു 3 ദിവസം പറഞ്ഞ ഒരു ഇങ്ങനത്തെ ഈസി മനസ്സിൽ വിചാരിച്ചു പോവാന്ന് വിചാരിച്ചു. അവിടെ ഉണ്ടല്ലോ അതെങ്കിലും പോയി നോക്കാം വിചാരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിൽ ഒരിക്കലും ഉറപ്പുണ്ടായിരുന്നില്ല പോവാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വൈഫിന്റെ അടുത്ത് പറഞ്ഞു. വൈഫ് പിന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ ബോറടിക്കാനെ എനിക്ക് കുറച്ചൊരു ഔട്ടിങ് വേണം പറഞ്ഞു. അപ്പോ വൈഫ് പറഞ്ഞു പൊയ്ക്കോ, അച്ഛന്റെ പെർമിഷൻ ചോദിച്ചാൽ പറഞ്ഞു. അച്ഛൻ എന്നെ കണ്ടിട്ട് എവിടെയും കുറച്ചു നേരം കണ്ടില്ല വെച്ചാൽ എവിടെയാണ് വിചാരിക്കും, അച്ഛന് വയസ്സായതെന്ന് അച്ഛൻ അമ്മയ്ക്ക്. അപ്പൊ അച്ഛനും നീ പൊയ്ക്കോ പറഞ്ഞു. അച്ഛന് പോകുന്ന സമയത്ത് 5,000 rupees എനിക്ക് തന്നു. നീ അങ്ങനെ അച്ഛനും അമ്മയും ഒരു തടസ്സമില്ലാണ്ട്, വൈഫും ഒരു തടസ്സവും ഇല്ലാണ്ട്. അങ്ങനെ ഞാൻ രാജധാനിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആദ്യം 14th ആയിരുന്ന ഡേറ്റ്, പിന്നെ 13th, അതിന് 14th പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്റെ അടുത്ത് തന്നെ ട്രാവൽ ഏജന്റ് ഉണ്ട് അറിയുന്നവര്. അപ്പൊ അത് കഷ്ടപ്പെട്ട് ടിക്കറ്റ് കിട്ടിയത് 5-8 ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ നാസിക്കിൽ പോണ ഒരു 1-2 കുട്ടികള്, ഒരു ആന്റിയാണ് അമൃത്സറിന് വരുന്നത്. അപ്പൊ അവരായിട്ട് ആ സമയത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നു, നമ്മൾ വരുന്നോ, ഞാൻ തന്നെ വരുന്നതായിരുന്നു. ഞാൻ പഞ്ചാബാണ്, ഞങ്ങൾ ഡൽഹിയിൽ നിന്നല്ലാണ്. അപ്പൊ അതേ വന്നു. അപ്പൊ അവരായിട്ട് പിന്നെ എന്തോ കണക്ഷൻ പോയി. അപ്പൊ അവരെന്തോ ഫ്ലൈറ്റിൽ അവർക്ക് ഡൽഹി കുറച്ച് പേടി അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഗതാഗതത്തിൽ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് എന്റെ കൂട്ട് വിളിച്ചാണ്. അപ്പൊ ഞാനും ഷുവറായി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൂവേ. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ ഏജന്റിന്റെ അടുത്ത് പോയി ടിക്കറ്റ് 14th ബുക്ക് ചെയ്തു. പിന്നെ നോക്കിയപ്പോ 13th ക്യാൻസൽ ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്താ ചെയ്യുക, കാശിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് ഓക്കെ, കാശ് വേണമല്ലോ, കാശ് വേണം. അപ്പൊ അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് 3 ഡേയ്സിൽ ബുക്ക് ചെയ്തു. അപ്പൊ അത് ക്യാൻസൽ ചെയ്തൊക്കെ എത്ര പൈസയും പോകും. മറ്റേത് ടിക്കറ്റ് കിട്ടും വേണം ഒരു ദിവസം മുമ്പ്. അപ്പൊ ഞാൻ വേഗം ഓടിപ്പോയി നോക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ നമുക്ക് 5-6 ടിക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോ അതിന് വേഗം 13th ടിക്കറ്റ്, 12ാം തീയതി ടിക്കറ്റ്, 13th പ്രോഗ്രാം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 12ാം തീയതി നൈറ്റിനെ പോകണം, 1 ഡേ ട്രിപ്പ്, 1 ഡേ ജേർണിയാണ്. അപ്പൊ 1 ഡേ ജേർണി. അങ്ങനെ 12ാം തീയതി രാത്രി 5 മണിന്റെ ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയാണ്. അങ്ങനെ നല്ലതായിട്ട് പാക്കിങ് എല്ലാം ചെയ്തത്, എവറിത്തിങ് വാസ് ഓർഡർ. അങ്ങനെ വീട്ടിന്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ മെട്രോയിൽ 5 മിനിറ്റേ കൊണ്ടു ഈ ട്രെയിൻ നിസാമുദ്ദീൻ പറയും. അപ്പോ അവിടെ നിന്നാണ് രാജധാനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പഞ്ചാബ് ഫിറോസ്പൂർ ടു മുംബൈ, അല്ല ഫിറോസ്പൂർ അല്ല, സോറി, ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിനാണ്. സോറി, ഡൽഹി ടു മുംബൈ ഉള്ള ട്രെയിൻ, CSI രാജധാനി, ചർച്ച് ഗേറ്റ് രാജധാനി. അപ്പൊ അതിലങ്ങനെ ട്രെയിനിൽ കയറിയിരുന്നു. നല്ല കമ്പാനിയൻസ് നല്ല കിട്ടി. ഇടയിൽ മാത്രം കുറച്ച് അവിടെ പകുതി വഴി രാത്രി എത്താനാകുമ്പോഴാണ് കുറച്ച് ഇങ്ങനെ ടെൻഷനൊക്കെ വന്നത്. അപ്പൊ ഞാൻ ഗീതാജിയിലൊക്കെ ഫോൺ ചെയ്തിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതൊരു പാർട്ട് ഓഫ് അതായിരുന്നു. അതെല്ലാം എല്ലാം സോൾവ് ആയി, അങ്ങനെ എത്തി. നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ 8:30 8:45 എത്തി. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ചു ബസ് സ്റ്റാൻഡ് വരെ. പിന്നെ അവിടുന്ന്
ചെറിയ അവിടുന്ന് വേറെ ഒരു ഓട്ടോ പിടിച്ചു. അവിടെ വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു നല്ലൊരു ചെക്കൻ കിട്ടി എനിക്ക്. നല്ലതായിട്ട് എല്ലാം മനസ്സിലാക്കി തന്നു, എല്ലാം എവിടെ ബസ് കയറുന്നത് എല്ലാം പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്, വലിയ സിറ്റിയാണ് നാസിക്. അപ്പൊ അങ്ങനെ അവിടുന്ന് ബസ് കയറി എന്നാൽ ഗവൺമെന്റ് ബസ്സൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ള ബസ്സാണ്. ഒരു ഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ, മേലെ ഒരു സൈഡിൽ നിന്ന് കയറാൻ പറ്റും. നമ്മുടെ KSRTC അറിയില്ലേ, ഒരു സൈഡ് മാത്രം. അങ്ങനത്തെ മറ്റേ ബസ്സായിരുന്നു അത്. അപ്പൊ അത് ബസ്സിൽ കയറാൻ വരെ കുറെ പാട് പെട്ടു. പിന്നെ ബസ്സിൽ ഇരുന്നപ്പോ കുറെ ആൾക്കാർക്ക് അടുത്തിരിക്കുന്നവരൊക്കെ അവിടേക്ക് തന്നെ പോകണ്ടായിരുന്നു, ത്രിംബകേശ്വർ. ഇവരൊക്കെ ആദിവാസികളായിരുന്നു. ആദിവാസിക്കാർക്ക് ഇവർക്ക് ഇതുണ്ട് പിതൃക്കളുടെ അതിന് വേണ്ടിയിട്ട് അവർ. അപ്പോ അവരൊക്കെ അവിടെ പോവായിരുന്നു. അപ്പൊ അതിലിരുന്നു സുഖമായി. 3/4 മണിക്കൂർ ജേർണി ആയിരുന്നുണ്ടായിരുന്നല്ലോ. സുഖമായിട്ട് അവിടെ പോയി എത്തി കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ ജയ പറഞ്ഞ അവരുടെ ഫോൺ വന്നു. അവര് പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് അണിച്ച വേറെ ഒരു പഞ്ചാബ് ഇവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വരേണ്ട പല്ലവി നായക് പറഞ്ഞിട്ട് അവരും ഇപ്പൊ നിങ്ങളെ ജോയിൻ ചെയ്യും പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പൊ അവരും വന്നു, പല്ലവി നായിക്കും വന്നു. അപ്പൊ പിന്നെ ജയന്റെ അടുത്ത് പറഞ്ഞു, ജയന്റെ അടുത്ത് ഒരു തലേ ദിവസം വർത്തമാനം ഉണ്ടായിരുന്നു. ആരാ മുമ്പിൽ എത്തുക, ഒരു കൈൻഡ്ലി അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കണം. ബിക്കോസ് അവിടെ ഓൺലൈൻ ബുക്കിംഗ് അവർ അക്സെപ്റ്റ് ചെയ്യാത്തതാണ്. അവിടെ വലിയ ആശ്രമം, ഗജാനൻ ആശ്രമം പറഞ്ഞിട്ട് ഭയങ്കര വലിയ ആശ്രമം. പറഞ്ഞാൽ ഒരു ആശ്രമം ഒരു എന്താ പറയുക, അത്ര വലിയത് ഗാർഡൻ, അതിൻ്റെ ഉള്ളിൽ അമ്പലം, അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് എവറിത്തിങ്. അത് നമ്മൾ ഇന്ത്യയിലിടാന്ന് നമുക്ക് അറിയില്ല, അങ്ങനത്തെ സിസ്റ്റമാറ്റിക്. ഒരു കറപ്ഷനോ ഒരു നയാ പൈസ എവിടെയും കൂടി ആക്കുക അങ്ങനത്തെ ആണല്ല. അപ്പോ ഞാൻ മുമ്പിലെത്തി. അപ്പോ ആദ്യം എത്തിയപ്പോ അവിടെ പോയിട്ട് നോക്കിയപ്പോ ടിക്കറ്റ് ഇതിന് റൂമിന് വേണ്ടിയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര റൂം ആവശ്യമുണ്ട് അതൊന്നും അറിയില്ല. അപ്പൊ റൂമിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് 35 കൊടുത്തു കഴിഞ്ഞു. ഒരു ഫസ്റ്റ് ലോട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുത്തു. ഇനി സെക്കൻഡ് ലോട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോഴേക്കും ഇവര് വന്നു, പല്ലവി വന്നു, കുറച്ച് സംസാരിച്ചു, അങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ തന്നെ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു, ബാഗ് ലഗേജ് ആയിട്ട്. അപ്പൊ സുനിതാജി എന്റെ അടുത്ത് നമ്മള് ഫോളോ അപ്പ് ഉണ്ട്, അവര് പറഞ്ഞു ഞാൻ എത്താറായി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അവര് പിന്നെ ഞങ്ങളെന്താളും ഇങ്ങനെ ഇതായിരുന്നു, ഭയങ്കര ടയർഡായിട്ട് റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ സഡൻലി അവിടുന്ന് സുനിതാജി അവിടെ എത്തിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ കണ്ടതെന്ന് അറിയില്ല. കൈ ഇടയില് ഒരു എൻട്രൻസ് വന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് റൂം ഉണ്ടാവില്ലേ, ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവില്ലേ, അതേമാതിരി ഓപ്പൺ ആയിട്ട്. അപ്പൊ ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോഴാണ് ഞാൻ കണ്ടത് സുനിതാജി അവരുടെ. ഒരിടത്ത് വിട്ടു, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, റൂംസ് ഒന്നും ഇപ്പൊ അവൈലബിൾ അല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. അപ്പൊ ശരിയെന്ന് ഒരു വർഷം കൂടി പോയി നോക്കൂ പറഞ്ഞു. പോയി നോക്കിയപ്പോ ഒരു ലിസ്റ്റും കൂടി, വെയിറ്റിംഗ് ലിസ്റ്റ് 35 കഴിഞ്ഞു. നീ സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ്, അതിലെ ലൈൻ വലിയ ലൈനാണ്. അപ്പൊ അങ്ങനെ സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നു. ഞാൻ 46ാമത്തെ നമ്പർ ആയിരുന്നു. അപ്പോ 40 വരെ എത്തുമ്പോഴേക്കും കഴിഞ്ഞു, അവർ ബ്ലോക്ക് ചെയ്തു. അവർ പറഞ്ഞു 12 മണിയായി, ഇപ്പൊ ലഞ്ച് ടൈമാണ്, നീ 3 മണിക്ക് ഓപ്പൺ ആവുള്ളൂ പറഞ്ഞു. 3 മണി പറഞ്ഞ കഴിഞ്ഞ റൂം ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ആൾക്കാർ വെക്കേറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുള്ളൂ അവര്. നമ്മൾ ജസ്റ്റ് ലൈക്ക് ഹോട്ടൽ ചെക്ക് ഔട്ട് ഉണ്ടാവില്ലേ. അപ്പോ ശരി പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തു. ഞാനും പല്ലവി നായകിയും പിന്നെ സുനീത മേഡം, പിന്നെ സുനീത സിസ്റ്ററും ഉണ്ടായിരുന്നു, പിന്നെ പ്രിയ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു, തമിലിയനാണ്, പൂനെയുണ്ട്. ഇവര് ഒന്നിച്ചേ വന്നത്. പൂനെയിൽ നിന്നാണ് ഒന്നിച്ചേ വന്നത് കാറിൽ. അപ്പൊ ഇവരൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ വെറുതെ വാഷ്റൂം എല്ലാം പോയി. ഞങ്ങളൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു, എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരൊക്കെ എല്ലാവരും വാഷ്റൂമിൽ പോയി. പിന്നെ അവിടെ അമ്പലത്തിൽ പോയി. അവിടെ അടുത്ത് തന്നെ ഇവര് ഗജാനന്റെ അവരുടെ തന്നെ ഒരു ഉള്ളിൽ അമ്പലമുണ്ട്, നല്ല മാർബിൾ ഇട്ടത്. അവിടെ പോയി ഇരുന്നിട്ട് കുറച്ചു നേരം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു. ദീദിയുടെ കൂടെ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തു. 5-6 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴേ ദീദി ഓരോന്ന് പറഞ്ഞു, നമുക്ക് അതൊക്കെ സ്റ്റൊമക് ചക്കരേന്റെ അതുണ്ട്, പിന്നെ അവർക്ക് ഓരോന്നത് പറഞ്ഞു. പിന്നെ അതിങ്ങനെ വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങള് അവിടേക്ക് പോയി 46ാമത്തെ നമ്പറിന് വേണ്ടിയിട്ട്. അവിടെ പോയി കുറെ വർത്താനൊക്കെ പറയേണ്ടി വന്നു. അപ്പൊ അവർ പറഞ്ഞു പേടിക്കടാ, നിൽക്കട്ടെ, റൂമെല്ലാം കിട്ടും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫൈനലി ഒരു റൂം കിട്ടി. അപ്പോ 3 റൂം കിട്ടി ഞങ്ങൾക്ക്. അപ്പൊ അതിൽ എഴുതി കൊടുക്കണം, എല്ലാവരും ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തു. എത്ര ആൾക്കാരുണ്ട്, എല്ലാവരുടെ ഏജും എല്ലാം എഴുതി കൊടുത്തു. പിന്നെ പ്രിയ ഉണ്ടായിരുന്നു, പ്രിയ കൃഷ്ണകുമാർ പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ 2 കൂട്ടാണ് എഴുതി കൊടുത്തത്. അപ്പൊ അങ്ങനെ എഴുതി കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടി. അപ്പോ നമ്മൾ 5-6 ആൾക്കാരേ ഉള്ളൂ, 10, 25, 30 ആൾക്കാർ വരാണ്ട്. അപ്പൊ അവർക്ക് വൈകുന്നേരം നമ്മളൊക്കെ എത്തുള്ളൂ.
അപ്പൊ നമ്മള് റൂമിന്റെ ചാവിയെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പോയി സെപ്പറേറ്റ്, ഇവർക്ക് എനിക്ക് സെപ്പറേറ്റ് ആയിരുന്ന ഞാനും മാത്രമേ ഉണ്ടായിരുന്നില്ല റൂമിൽ. ഓ ഓ ഓ ഇവര് 5 സ്ത്രീകള്, ആ ആ സോറി. അപ്പൊ അവര് പോയിട്ട് അവർ അതായത് ഒരു രണ്ടാളും അവരെല്ലാരും ഒരു റൂമില്, ഞാൻ ആണുങ്ങളുടെ ഒരു അതിലായിരുന്നു. എന്റെ റൂമിൽ ഞാൻ മാത്രം 10 ബെഡാണ് റൂമില്. അപ്പോ ഉം. അതില് ഞാൻ പോയിട്ട് അതൊക്കെ ഫ്രഷ് ആവില്ല, അവിടെ പോയി കടന്നു കുറെ നേരം. പിന്നെ ഓരോന്നായപ്പോ കടന്നിട്ട് നോക്കുമ്പോഴേക്കും കുറെ ആൾക്കാർ വന്നു റൂമിൽ, അറിഞ്ഞില്ല. ഉം. അപ്പോഴേക്കും പിന്നെ സ്മിതാജി പിന്നെ വൈകുന്നേരം, അത് രാത്രി ആകുമ്പോഴാ സോറി വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോ സ്മിതാജി പറഞ്ഞു ആ, നമുക്ക് വൈകുന്നേരം ആകുമ്പോ പുറത്തേക്ക് പോവാ, എന്തെങ്കിലും ഇവര് ഒന്നും കഴിച്ചിട്ടില്ല. പല്ലവി പറയുന്നത് ഗുജറാത്തിൽ നിന്നവര് അവർ ആ ബസ്സിലാണ് വന്നത്. ഓക്കെ. ഗുജറാത്തിൽ നിന്ന് ഗാന്ധിനഗറിന് ബസ്സിലാണ് വന്നത്. അപ്പൊ അവരൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഞാൻ ട്രെയിനില് ഭക്ഷണത് രാജധാനിയിൽ കിട്ടുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ അത് ഞാൻ കഴിച്ചില്ല അവിടെ. അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വിശപ്പൊന്നുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് പോയി, അവിടെ ഹോട്ടൽ റെസ്റ്റോറന്റിൽ പോയിട്ട് ട്രെയിനിലും കൂടെ എല്ലാവരും കൂടി റെസ്റ്റോറന്റിൽ പോയിട്ട് ആഹാരം, ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബജ്ജി, നല്ലതായിട്ട് ചായയും ചൂട ചായയും നല്ല ബജ്ജിയെല്ലാം ഓർഡർ ചെയ്ത് അത് കഴിച്ചു. ഓക്കെ. അങ്ങനെ വർത്താനമൊക്കെ പറയും ആദർ ബാബാജിനെ പറ്റിയിട്ടും എല്ലാവരും പറ്റിയിട്ടും വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നു സീതാജിന്റെ അടുത്ത്. ഓ അപ്പൊ അപ്പോഴും എനിക്ക് തോന്നുന്നത് സുനിതായും വിചാരിക്കുന്നുണ്ടാവും എന്താ ക്വസ്റ്റ്യൻ എന്തൊക്കെ ഇത്രയൊക്കെ ചോദിക്കണു. അപ്പൊ ഞാൻ ഓരോന്ന് പറയായിരുന്നു. നമ്മുടെ സിന്ധാദിദി എപ്പോഴും ആദിശങ്കരാചാര്യ സിന്ധാദിദി എപ്പോഴും പറയ ക്വസ്റ്റ്യൻസ് നിറയെ ചോദിക്കണമെന്ന്. എപ്പോഴും ഒരാളെ നമ്മള് വെറുതെ വിശ്വസിക്കാൻ പാടില്ല, നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് പറയാം. എന്നിട്ട് അങ്ങനെയാണ് സിന്ധാദിദി പറയാ. അതെ അതെ, ഞാൻ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട്. പിന്നെ ബാബാജി കാണുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ആരും കാണാത്ത ഫോട്ടോ ആണ്. ബാബാജിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഓക്കെ. ഇവിടെ നമ്മളൊക്കെ സാധാരണ കാണുന്ന ബാബാജി ആ ഫോട്ടോ ആ അല്ല കേട്ടോ, ഇത് അതെ അതെ ഡിഫറെന്റ്. അതെ അതെ അത് അതെ കണ്ടിട്ടുണ്ടോ? അതെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ല, സിന്ധാദിദി എനിക്ക് കാണിച്ചു തന്നത് ആ ഫോട്ടോ. നല്ല അതെ ഭംഗിയാ നല്ല കാണാൻ, ഹാൻസം നല്ല ആയിട്ട്. രസമായിട്ട്. നല്ലതായിട്ട്. അതെ, ഞാൻ പറഞ്ഞു കാണാൻ നല്ല ഹാൻസം പറയാനൊക്കെ പറഞ്ഞു ബാബാജിയാണ്. അപ്പൊ പറഞ്ഞു ബാബാജി ഇവിടെ എർത്തിലത്തെ ഫസ്റ്റ് ഹ്യൂമൻ ഇൻകാർണേഷൻ ആണ്. ആ അപ്പോ അവരാരാണ് ബാബാജി? ഇപ്പോ ബാബാജി പറയുന്നത് ഇപ്പൊ ഫോട്ടോ വന്നാൽ ഇപ്പൊ ലൈറ്റ് ആണ്. ഉം ഉം ഇപ്പോ ഉം ഉം. നമുക്ക് ബാബാജിനൊന്നും ഒരിക്കലും ശരിയായിട്ട് ഫോട്ടോകളൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പോ അങ്ങനെ പറഞ്ഞു. പിന്നെ അവരെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാനും പറഞ്ഞു ആദി ശങ്കരാചാര്യ അല്ല ആരൊക്കെയാണ് അവതാരം എന്ന് ഒരു പറഞ്ഞിട്ടായിരുന്നു. ഉം. ബാബാജിയെ പറ്റിയിട്ട് പഴനി ബാബാജിയെ പറ്റിയിട്ട് ഇവരൊക്കെ ആദി ശങ്കരാചാര്യര്, പിന്നെ ശിവാജി, ഛത്രപതി ശിവാജി, പൂലെ, പിന്നെ ഗുരു ഗോവിന്ദ് സിംഗ് ജി, ഇവരൊക്കെ മഹാവതാർ ബാബാജിന്റെ അവതാരമാണ്. അവതാരങ്ങളാണ്. ഇവരൊക്കെ മഹാവതാർ ബാബാജിയാണ്. ഞാൻ ആദി ശങ്കരാചാര്യരെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കേരളത്തിലും ഇപ്പോ സീതാജിക്ക് കേരളം തന്നെ ഭയങ്കര ജീവനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടുത്തെ തന്നെ സമാധി എടുക്കുന്ന എനിക്ക് തോന്നണം. അത് കേരളത്തില് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്പലങ്ങള് ഓരോന്ന് ഞങ്ങൾ ഉം. ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിലൊക്കെ ഫോളോ ചെയ്യണ പൂജാ രീതിയിലൊക്കെ ആദിശങ്കരാചാര്യർ പറഞ്ഞു കൊടുത്ത രീതിയാണ്. ഗുരുവായൂരിലും എല്ലാം താന്ത്രിക അതെ വഴിയാണ്. അതെ നമ്മള് അതെ. വേറെ എവിടെയൊക്കെ തമിഴ്നാട്ടിലവിടെ നോക്കുമ്പോൾ ചാന്റിങ് ആണ്. തിരുപ്പതി സ്റ്റൈലല്ലേ അവിടെയൊക്കെ ആ തമിഴ്നാട്ടിലൊക്കെ. ആ ആ ആ ഇപ്പൊ നമ്മുടെ അതെ കേരളത്തിൽ അങ്ങനെയല്ല. അതെ താന്ത്രികാണ്. അങ്ങനെ ഞാൻ അങ്ങനെ നമുക്ക് അതെ അറിയണ അതെ. അതൊക്കെ അത് ഞാൻ മെസ്സേജ് ഷെയർ ചെയ്തു. ആ നല്ല പേഷ്യൻസ്ലി എല്ലാം കേട്ടു. അതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ 4-5 വീടുകളിലൊക്കെ തമ്മിൽ വർത്താനം പറഞ്ഞു, ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ഹാഫ് ആൻ അവർ കൂടി റെസ്റ്റ് ചെയ്തു റൂമിൽ പോയിട്ട്. പിന്നെ ഞങ്ങള് അവിടെ സ്വാമി സമർത്ഥന്റെ കേന്ദ്രത്തിൽ പോയി. ആ സമയം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവരൊക്കെ രാത്രി എത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ സ്വാമി സമർത്ഥന്റെ കേന്ദ്രത്തിൽ പോയി. അപ്പോ സെപ്പറേറ്റ് ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അവിടെ പോയപ്പോ കണ്ടു ഞാൻ ഒരു കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇത് സ്വാമി സമർത്ഥന്റെ എല്ലാ അമ്പലം ഉണ്ട്, എല്ലാം ഉണ്ട്, ഓൾ ഇൻ വൺ ആയിട്ട്. അവിടെ ഹാളും ഉണ്ട്, പൂജ ചെയ്യാനുള്ള ഹാളും ഉണ്ട്, പിന്നെ മൾട്ടി പർപ്പസ് മാതിരിയാണ്. ആ ആ എല്ലാം കൂടിയിട്ടാണ് അതിന്റെ ഹോമം ഉള്ളിൽ ഭയങ്കര ഹോമം ഹോമം ചെയ്യാൻ ചെയ്യാനുള്ളതായിട്ട്. പറ്റും. ആ ഹോമം ചെയ്യാൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇരുന്നിട്ട് ഹോമം ചെയ്യാൻ പറ്റും അങ്ങനെ. ഓ ഓ ഉം പിന്നെ ഞാൻ അവിടെ പോയിരുന്നു. ഞങ്ങൾ രണ്ടാലും അവിടെ സ്ത്രീകൾ ഈ സൈഡ്, പുരുഷന്മാർ മറ്റേ സൈഡിലായിട്ടാണ്. അങ്ങനെ അവിടെ പോയിരുന്നു. അവിടെ പ്രെയർ, ഈവനിങ് പ്രെയർ ആ സമയത്താണ് നടന്നത്. അപ്പൊ അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. ഭക്തിപൂർവ്വരുടെ അതേമാതിരി ഭക്തിപൂർവ്വം ഞാൻ കണ്ടിട്ട് കാണാൻ
അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ തന്നെ ആൾക്കാർക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ തോന്നില്ല കേട്ടോ, അവരൊക്കെ നല്ല ഭക്തിയുള്ളവരാണ്, പക്ഷെ അവർ ഭക്തി കൊണ്ട് മുഴുകിയുള്ള ആൾക്കാരാണ്. ഓ അങ്ങനെ അത്ര അത്ര ഞാൻ ഏറ്റവും ഈ നാസിക്കിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രഭാവിച്ചത് ആൾക്കാരെ കാണുമ്പോൾ ഭക്തി, അവര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി വരും. ആ അവര് ഓക്കെ കാണുമ്പോൾ അപ്പൊ അതിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് അതിന്റെ 2-3 ഇരട്ടി പവർഫുൾ ആവും. ഓക്കെ ഇപ്പൊ ഞാൻ ഓക്കെ. അവിടെ കണ്ടിട്ടായിരുന്നു. ഞാൻ ആ ഫസ്റ്റ് ടൈമിൽ പോയപ്പോൾ കണ്ടപ്പോൾ അവിടെ നിങ്ങൾ ഇരുന്നിട്ട് സോറി, ഫസ്റ്റ് ഡേ പ്രെയറിലെ സമയത്ത്, ഈവനിങ് സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു ഇതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ആള്, കുറച്ച് ഒരു ശേഷിയില്ലാത്ത മാതയാന്ന് തോന്നുന്നു കേട്ടോ, കുറച്ച് അങ്ങനെ കുറവുണ്ട്. അയാൾ പെട്ടെന്ന് ഇങ്ങനെ വീണിട്ട് കൈയ്യണ കാലിനൊക്കെ ഇങ്ങനെ കണ്ണും കൈ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വായനൊക്കെ ഇങ്ങനെ വീണു. അപ്പൊ ആ ആൾക്കാർക്കൊക്കെ അധികമൊന്നും അതില്ല, ഒരു കൂസലില്ല. ആൾക്കാരെ ഓടി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യില്ല, അങ്ങനെ ഇല്ല. അവർക്കറിയാതെ ദൈവത്തിന്റെ എന്തോ ഇത് ഇങ്ങനെ വന്നാണ്. ഓ അപ്പൊ അവർ വേഗം മെല്ലെ മെല്ലെ എല്ലാം അറ്റൻഡ് ചെയ്തിട്ട്, കുറച്ച് ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ട് അയാൾ പിന്നെ റിക്കവർ ആയി. തന്നെയാ, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയണത് വളരെ നല്ലൊരു ഇതാണ്. അതെ അതെ, അവിടെ ഞാൻ കണ്ടത് ഇത് സിസ്റ്റമാറ്റിക് ആണ്. ഇവിടെ ആക്ച്വലി സ്വാമി സമർത്ഥന്റെ അവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് പറഞ്ഞ എല്ലാ കാര്യത്തിനും. ഭക്ഷണത്തിന്റെ രീതിയിലും സിസ്റ്റമാറ്റിക്. അവിടെ വരുന്ന ഭക്ഷണത്തിന്റെ രീതി, നമ്മള് ഡിന്നർ ലഞ്ച് ഒരു പ്രാവശ്യം കഴിച്ചു, വരുന്ന ദിവസം ലഞ്ച് കഴിച്ചു, പിന്നെ ഒരു ദിവസം ഡിന്നർ കഴിച്ചിട്ടായിരുന്നു. അവിടെ നമ്മൾ ഉം. ഒരു വറ്റും കൂടി ബാക്കി വെക്കാൻ പാടില്ല, ഒരു വറ്റ്. ഓ ഓ ഞാനെങ്കിലും ഓ എന്താ ഓ. അറിയാം, ഞാൻ സാമ്പാർ മാതിരി ഒരു ദിവസം അത് കുറച്ച് ഇങ്ങനെ അതായിരുന്നു, ലിക്വിഡ് ആയിട്ട് അതായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ കള്ളി കള്ളിയായിട്ടുള്ളതല്ലേ, താലിയനാണ്. അപ്പൊ ആ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അത് മാത്രം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് കൈ ആ കൊണ്ട് എടുത്ത് കുടിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കാലിയായിട്ട് അങ്ങനെ ആയിരുന്നു, ആ കയ്യില ഉണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ കൊണ്ട് വെക്കുമ്പോ അവിടെ നമ്മൾ പ്ലേറ്റ് വെക്കുമല്ലോ, അപ്പൊ അവിടെ ചെക്ക് ചെയ്യാൻ ആ വേണ്ടിയിട്ട് സ്ത്രീകളും അവരൊക്കെ ഉണ്ട്. അപ്പൊ ആ. എന്നെ കണ്ടിട്ട് പറയും ഇത് കാലിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓ ഞാൻ വേഗം എനിക്ക് നാണക്കേട്, ഞാൻ അവിടെ വേഗം പോയിട്ട് അതിങ്ങനെ ആക്കിട്ട് വായിലിട്ട് കഴിച്ചു. അപ്പൊ ഓ അങ്ങനത്തെ അതൊക്കെ സിസ്റ്റം ഇതവിടെ ഇന്ത്യയിൽ നമ്മൾ എവിടെ കാണാൻ നടക്കുന്ന കാണിയത്. ഇവിടെ ആൾക്കാർ ആ. അത്ര വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അതൊക്കെ ഭയങ്കര പഠിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ആ ഓക്കെ. ദിവസം പിന്നെ അപ്പോഴേക്ക് രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും വന്നു. ആ, ഉം. രാത്രി ആകുമ്പോഴേക്കും അറിഞ്ഞില്ല നമ്മള് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേന്റെ പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് അറിഞ്ഞല്ലോ, തയ്യാറാകുമ്പോൾ അറിഞ്ഞ ആരൊക്കെയാ വന്നിരിക്കുന്നത്. റൂം ബെഡ് മുഴുവൻ ഫുള്ളായി. അപ്പൊ ഓ രാത്രി ഓരോ ആൾക്കാർ. അപ്പോൾ അടുത്ത അത് ശരി. തൊട്ട് ഓപ്പോസിറ്റ് സ്വരൂപി മാഡം ഉണ്ടായിരുന്നു, പിന്നെ ലെഫ്റ്റ് സൈഡിൽ അരുൺ വന്നിട്ടുണ്ടായിരുന്നു, ആന്ധ്രയിൽ നിന്ന് വന്ന ഫാമിലി. അങ്ങനെ പിന്നെ ആ ലൈനിൽ തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന് ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അവരെല്ലാം വന്നു. രാവിലത്തെ സെഷൻ വേഗം അതിന് കുളിക്കണം, ടയർഡായി പോയി വന്നപ്പോ എന്നിട്ട് കുളിച്ചിട്ട് സെഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ സെഷൻ കഴിഞ്ഞിട്ട് പൂജയ്ക്ക് പോകണമായിരുന്നു, ആ കാലസർപ്പ പൂജ. ഓ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ പോയപ്പോ അത് അവരുടെ മുണ്ടൊക്കെ അവർ തന്നെ തരും. അപ്പൊ അവര് ഓ മറാഠി സ്റ്റൈൽ മുണ്ടാണ്, നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ അല്ല, അവരിങ്ങനെ പിന്നാലെ ആ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓ അവർ തന്നെ എടുത്തു തരും. അപ്പോ ഓക്കെ. അതൊക്കെ എല്ലാവർക്കും ഡ്രസ് ഉണ്ട് കേട്ടോ. അവർക്കും സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഉണ്ട്, നമുക്ക് ആണുങ്ങൾക്ക് 4 ആണുങ്ങളായിരുന്നു, അവർക്ക് ഡ്രസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതിലിരുന്നു. ഇപ്പൊ കാലസർ പൂജയിലിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ പൂജയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല എല്ലാം നല്ല അവിടുത്തെ പണ്ഡിതന്മാർക്കൊക്കെ നല്ല, ഞാൻ ആരെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല, നല്ല ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി. അവരും കുറച്ച് അങ്ങനെ തന്നെയാണ്, വേഗം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. കാരണം അവർക്ക് അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടല്ലോ ചെയ്യാൻ. ഞങ്ങളുടെ എല്ലാം 10-27 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ലൈനിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ആദ്യത്തേലായിരുന്നു, അല്ല ഞാൻ സെക്കൻഡ്, അല്ല ആദ്യത്തേലായിരുന്നു. ആദ്യത്തേലായിരുന്നു. ഞാൻ വരുൺ പിന്നെ മറാഠി അവരും കൂടെ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ മുമ്പിലാണ് സുനിത ദീദി, ഫ്രണ്ടില് അവര് ഗൈഡ് ചെയ്യാണ്, അവരാണ് മുമ്പില്. അപ്പോ ഉം ഉം. ഗൈഡ് ചെയ്യുന്നത് അവരാണ് മുമ്പിലിരിക്കുന്നത്. ഗൈഡ് ചെയ്യുന്നത് പണ്ഡിറ്റ്ജിയാണ് അവർ പറയുന്നത്, അവരാണ് പൂജ ചെയ്യുന്നത്. ആ അപ്പോ അതൊരു നല്ല സുനിതാജീന്റെ അടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് ഓരോന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു ശരീരത്തിന് എന്തോ വിട്ടു പോകണം മതി. കുറെ നേരമൊക്കെ ഉം. ഇരുന്ന് കഴിഞ്ഞാൽ. ഇപ്പൊ ഈ പൂജയിൽ ഇരുന്നപ്പോഴും നല്ല ശക്തിയുള്ള പൂജ. ഓ അപ്പൊ ഒന്നും അറിഞ്ഞില്ല കേട്ടോ എനിക്ക്. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ഡിസ്കാർഡ് ചെയ്തു, കുളിച്ചു. പിന്നെ അവിടുന്ന് ത്രംബകേശ്വർ പറഞ്ഞ അമ്പലത്തിൽ അവിടെ പോയി കുളിക്കണം, അവിടെയും ഉം. പോണം. ഓ അപ്പൊ അവിടെ പോയി കുളിച്ചു. പിന്നെ അവിടെ ഇരുന്ന ചെറിയൊരു സെഷനൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ അമ്പലത്തിൽ പോകണം എന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി ഭയങ്കര തിരക്ക്. പിന്നെ ഉം ഞങ്ങൾ ഉം. വീട്ടിലേക്ക് വന്നു. അപ്പൊ ആ ദിവസം 2 മൂന്ന് ദിവസം കുളിച്ചു വന്നു. ഒന്ന് ഓ രാവിലെ ഓ കുളിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇവിടെ കുളിച്ചു. ഓ ഇവിടെ പൂജ കഴിഞ്ഞപ്പോ കുളിച്ചു. പിന്നെ ത്രിംബകേശ്വർ കുളിച്ചു. 3 വർഷം കുളിച്ചു.
ഓ അപ്പൊ അങ്ങനെ പിന്നെ രാത്രി വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ അമ്പലത്തിൽ പോയി, ത്രംബകേശ്വര അമ്പലം, ഉം ഉം ശിവന്റെ ജ്യോതിർലിംഗം ഉണ്ടല്ലോ. ഉം അവിടെ പോയപ്പോ 3:30, 3:45, 4 മണിക്കൂർ ലൈനില്. ഓക്കെ. ലൈന് പറഞ്ഞ അങ്ങനെ അയ്യോ, കഴിയണേ ലൈന്. ഒക്കെ കണ്ടു. അവിടെ ഭഗവാന്റെ ദർശനം ശരിക്കും പറ്റില്ല. ഒരാൾക്ക് 1 സെക്കൻഡോ 2 സെക്കൻഡോ നിൽക്കാൻ പറ്റുള്ളൂ അതിന്റെ ഓ മുമ്പില്. ഓ താഴെയായിട്ട് നമുക്ക് ശരിയായിട്ട് അവിടെ മാത്രം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല. സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയ ദൈവത്തിനെ കാണാൻ, ഭഗവാനെ കാണാൻ പറ്റിയില്ല. അതുവരെ ഉം എത്തി, എന്നാലും ഇങ്ങനെ കാണാൻ പറ്റി. താഴെ ഇങ്ങനെ നെറ്റി ഇവിടെ എന്താ പറയുക, മുമ്പത്തെ തലയൊന്നും ഇങ്ങനെ വെക്കാൻ വിചാരിച്ച് അതിന് ഒരു സമ്മതിക്കില്ല. വേഗം ആ സമയം കൊണ്ട് 2 ആൾക്കാർ കാണാം, ഉം ദർശനമാക്കാൻ പറ്റും. ഓ അപ്പൊ അങ്ങനെ വേഗം എല്ലാം ചെയ്തു. പിന്നെ അവിടെ പുറത്തേക്ക് വന്നു, പുറത്തേക്ക് അങ്ങനെ ചുറ്റി. പിന്നെ അവിടെ ഇരുന്നിട്ട് അമ്പലത്തിന്റെ പരിസരത്ത് തന്നെ ഇരുന്നിട്ട് ദീദി അവിടെ ഇരുന്നിട്ട് ചെറിയൊരു മെഡിറ്റേഷൻ അവിടെ ചെയ്തു. ഉം ഉം പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ രാത്രിയായി. എല്ലാത്തരം വന്ന ആൾക്കാർ എല്ലാവരും വന്നു. പിന്നെ നമ്മൾ കുറച്ച് നടന്നു, മഴയൊക്കെ പെയ്തു, നല്ലതായിട്ട് നടന്നു. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഡിന്നറിന് ലേറ്റ് ആയി. അപ്പൊ പിന്നെ ഓ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി, ശിവസാഗർ പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് കയറി നല്ലതായിട്ട് ഓ ഭക്ഷണം എല്ലാം കഴിച്ചു. അങ്ങനെ കഴിച്ചു. രാത്രി നെക്സ്റ്റ് ഡേ പിന്നെ എവിടെ പോണായിരുന്നു? നെക്സ്റ്റ് ഡേ വരുന്നില്ല. അതല്ല, കുറച്ച് ദിവസമായില്ല, 2 ആഴ്ച ആയില്ലേ. നെക്സ്റ്റ് അതെ ഡേ അതെ. നമ്മൾ സ്വാമി സമർത്ഥന അമ്പലത്തിൽ പോയിട്ട്, എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ കഴിച്ചത്. ആ ആ ലഞ്ച് അവിടെയായിരുന്നു. ഓ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഗുരുമാ നെക്സ്റ്റ് എന്റെ പറയും. ഗുരുമാവലിനെ മീറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് അവസരം അല്ല, ഉണ്ടായല്ലോ. അത് ഗുരുമൗലിനെ മീറ്റ് ചെയ്യാൻ അത് ആ ദിവസമല്ല, ആ ദിവസം വൈകുന്നേരമായിരുന്നു. ഓ ഓ ശരി അന്ന് ശരി. ഹവൻ ഉണ്ടായിരുന്നു. സോറി, ആ ശരി, അന്ന് ആ അവിടെ ഹവൻ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു ഗുരുമൗലി വരേണ്ടതെന്ന്. അപ്പൊ ഗുരുമൗലി വരുന്നപ്പോ അവിടെ പോയി. ഗുരുമൗലി വലിയൊരു ക്യാബിൻ ഉണ്ട്. നല്ല ആ എന്താ പറയുക, നല്ല ഒരു ചെയർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്ത ചെയർ ഇരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ. ഗുരുമൗലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് സ്വാമി സമർത്ഥന്റെ റീഇൻകാർണേഷൻ ആണ് ഗുരുമൗലി. ആ ആ അപ്പോ ദൈവതുല്യവൻ തന്നെയാണ് അവര്. അപ്പോ ഓ അപ്പൊ അവിടെ ഇരുന്നപ്പോ എല്ലാരും ഇൻട്രോഡ്യൂസ് ചെയ്തു. ഐ ഫ്രം ഡൽഹി പറഞ്ഞു. അപ്പൊ ദീദി പറഞ്ഞു ഐ ഫ്രം കേരള പറഞ്ഞു. ഞാനും ഓ ഓ കേരളത്തിൽ ഓ. 2 ആൾക്കാരുണ്ട്, ഞാനും സെർവി ഉണ്ട് പറഞ്ഞു. ആ അപ്പൊ കേരളത്തിനെ പറ്റിട്ട് അവര് കുറെ പറഞ്ഞു. അതെ അതെ. കേരളത്തിലെ ആൾക്കാർ ഇത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരുമാണ്. പിന്നെ അവിടെ എന്താ നല്ല പവറുള്ള, ഡോമിയൻ പവറുള്ളതാണ്. അതെല്ലാം അവിടുത്തെ പവർ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യണതാണ് എന്തെങ്കിലും പറഞ്ഞു. ആ അവിടെ ആ ഇങ്ങനെ പറഞ്ഞപ്പോ ദീദി അവര് കണ്ടപ്പോ ദീദിക്ക് ഭയങ്കര സങ്കടമെല്ലാം വന്നു. കരയാൻ ഓ നിന്നു അവര് കണ്ടപ്പോ. ദീദി കാണുന്നത് അവര് ദൈവ റൂപിലല്ല. ദീദിക്ക് ആ ആ യഥാർത്ഥമായിട്ട് അവർ കാണാൻ, നമ്മള് മനുഷ്യ റൂപിൽ കാണാൻ പോകുന്നത് ദീദിക്ക് അവര് അതെ കാണാൻ പറ്റും. അതെ അതെ. വിശ്വരൂപം കാണാൻ പറ്റും. അതെ, ഈ സ്വരൂപം കാണാൻ പറ്റും. ദീദി കുറെ നേരം ഇന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെല്ലെ കൺസോളി അത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് നാരങ്ങ വെള്ളം കിട്ടി. പിന്നെ അങ്ങനെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് പോയി. ആ, അവിടെ പോയിട്ട് കുറച്ചു നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് പോയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് പോയി റൂമിൽ. പിന്നെ നെക്സ്റ്റ് ഡേ ആ ദിവസം തന്നെ വൈകുന്നേരം ഹവന് വരണം. രാത്രി മുഴുവൻ ഹവന. ഉം. അപ്പോ അവിടെ ഹവന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുഴുവൻ രാത്രി. ആ, രാത്രി ഹവൻ പറഞ്ഞാൽ തന്നെ വായിക്കുകയാണ്. എത്ര അതൊക്കെ ഉണ്ട്. ഞാൻ പുസ്തകം കാണിച്ചു തരാം. ഇതാണ് പുസ്തകം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓ ഓ ഓ. ദുർഗാഷ്ടമി, ശ്രീ ദുർഗ. അത് അങ്ങനത്തെ 2 പുസ്തകമുണ്ട്. അത് മുഴുവൻ വായിച്ചു. കാണാൻ പാടാം. അവിടെ ഒരു ആളുണ്ട്, ആ അതിന്റെ പൂജ ഇതൊക്കെ മന്ത്രം ഇതൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പൊ അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഭയങ്കര എക്സ്പേർട്ട് ആളായിരുന്നു. അത്ര വയസ്സൊന്നും ആയിട്ടില്ല. എല്ലാ സാധനവും ബൈഹാർട്ടാ. ഒക്കെ കാണാണ്ടാണ് ഇതൊക്കെ പറയുന്നത്. 2 പുസ്തകം മുഴുവൻ ദൈവത്തിന്റെ ഓ ശ്ലോകം അതെല്ലാം ഉണ്ടല്ലോ. എല്ലാം എല്ലാം ബൈഹാർട്ടായിട്ടാണ് പറയുന്നത്. പിന്നെ അവരെല്ലാം ഓരോന്ന് പറയുന്നുണ്ട്. ആഹ് ശ്രീ മൗലി പറയുന്നത് അവർക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മവും പിന്നെ വരാൻ വേണ്ട 2-3 ജന്മത്തെയും അവരെ പറ്റി അതും പറയാൻ പറ്റും. അത്ര പവർഫുൾ ആയിരുന്നു ശ്രീ മൗലി, ഗുരു മൗലി ഒരു ഓ പറയുന്നത്. അപ്പോ അവിടെ ഇരുന്നിട്ട് മുഴുവൻ രാത്രി അതിനെ യജ്ഞനെയായിരുന്നു. യജ്ഞയും പറയാ, സ്വാഹ എന്നും പറയും. പിന്നെ അവരിങ്ങനെ അതും പറയും. അതെല്ലാം കഴിഞ്ഞു. രാത്രി പിന്നെ രാവിലെ ആയി. രാവിലെ ആയപ്പോ ഒരു 4 മണിയായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പിന്നെ ദീദി അവിടെ പോയിട്ട് മെഡിറ്റേഷനിൽ ഇരുന്നു അവിടെ. ഇത് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടാ വന്നത്. ചെറിയ ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം ദീദി മെഡിറ്റേഷനിൽ ഞങ്ങൾ പിന്നെ വന്നു. ഞങ്ങൾ പിന്നെ
റൂമിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്നൊക്കെ റൂമെല്ലാം കാലിയാക്കണമായിരുന്നു. നെക്സ്റ്റ് ആ ദിവസമാണ് രാത്രി കാലിയാക്കണമായിരുന്നു. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് റൂം കിട്ടിയത് കേട്ടോ. ഓ 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലിയാക്കിയിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് അവിടേക്ക് പോകണം. സപ്തശൃംഗി പറഞ്ഞ സ്ഥലത്ത് പോകണം. ഉം, 3-ാമത്തെ ദിവസം ഞങ്ങൾ ഒരു റൂമിൽ താമസിച്ചാൽ അന്ന് ഇവിടെ സ്വാമി സമർത്ഥത്തിന്റെ വേറെ ഒരു കേന്ദ്രമുണ്ട്. ഉം. അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സപ്തശൃംഗി പറഞ്ഞ ദേവീന്റെ അവിടെ പോകണമായിരുന്നു. അവിടെ കുറെ ദൂരം, 10-65 ഓ 45-50 കിലോമീറ്റർ ഉണ്ട്. ഓ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുത്ത്. അപ്പൊ അങ്ങനെ അങ്ങനെ ദേവീന്റെ അവിടെ പോയി. ഞങ്ങള് നെക്സ്റ്റ് ഡേ രാവിലെ എല്ലാം അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ദേവീന്റെ അവിടെ പോയി. ദേവീന്റെ അവിടെ പോയി വന്ന ശേഷം അവിടെ ദേവീന്റെ അവിടെ എത്തിയപ്പോ പിന്നെ അവിടുന്ന് ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഞാൻ പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ വന്നിട്ടായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് അവർക്ക് കുറച്ച് അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. സാരിയും പിന്നെ അതിന്റെ അതനുസരിച്ച് എല്ലാ ഡ്രസ്സ് ഇടേണ്ടി വന്നു. പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നത്. നല്ല നല്ല ഒരു ദേവീന്റെ അമ്പലം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുന്നം പേര് ഒരു മിനിറ്റ് ഉം, ഉം. ഒരു ആ മിനിറ്റ് പറയൂ. ഞാൻ പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാം ഡ്രസ് ചെയ്തിട്ട് പൂജന്റെ ഒക്കെ നാരിയലും അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ റോപ്പ് വേ കൂടെ പോണം മേലെ. അങ്ങനെ പോയി റോപ്പ് വേയിൽ അവിടെ എത്തി. ദേവിന്റെ അവിടെ അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. അത് കുന്നിന്റെ മേലെ നമുക്ക് അറിയില്ല, അത്ര തിരക്കാ അവിടെ. ഉം, ഉം. അതേമാതിരി അവിടെയും അങ്ങനത്തെ ഭക്തി നാഥമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ആൾക്കാരിന്റെ ഭക്തിയാണ് ഞാൻ പറഞ്ഞത് മെയിൻ. ചില സ്ഥലത്തൊക്കെ ഭക്തിയിലെ സ്ഥലത്ത് താന്തോന്നി ചക്കമ്പരം ചിലവരൊക്കെ ഇങ്ങനെ വരും എന്നുണ്ട്, അല്ലാതെ കോമൺ ആണ്. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത് ഭക്തിയിലെ സ്ഥലത്ത് 99% ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അതിലാണ്. എല്ലാ ആൾക്കാരും 99% ആൾക്കാരെ ഞാൻ കണ്ടതിൽ എല്ലാം അങ്ങനത്തെ പ്യുവർ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം കണ്ടത്. എന്റെ കാഴ്ചയിലത്തെ ആയിരിക്കും അറിയില്ല. എനിക്ക് ഫീൽ ചെയ്താണ് പെണ്ണെ. അങ്ങനെ പിന്നെ ഞങ്ങള് ആ, ആ, അവിടുന്ന് പിന്നെ മോളുടെ ഉള്ളിൽ കൂടെ മേലെ എൻട്രൻസ് റോപ്പ് വേയിലേക്ക്. അപ്പൊ അങ്ങനെ അവിടെ ദീദി ചെറിയതായിട്ട് അതൊക്കെ എല്ലാവർക്കും ടീക്കൊക്കെ തൊട്ട് തന്നു. ആ, പിന്നെ അവിടുന്ന് റൂഫ് വേയിൽ ആദ്യം നമ്മൾ കാല് വെക്കുന്ന മുമ്പ് ദീദി ചെറിയ അവിടെ ഈ പാദപൂജന്റെ അവിടെ അത് ചെയ്തു. ഉം, ഉം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് കയറിയത്. റോപ്പ് വേയിൽ ഓരോന്നായിട്ട് മേലേക്ക് കയറി. നല്ല റോപ്പ് വേയാണ്, അടിപൊളി റോപ്പ് വേ. മേലേക്ക് എല്ലാം ഒരു വലിയൊരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് മാതിരിയാണ്. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ 5-6 കോച്ച് മാറി. അങ്ങനെ മേലെ പോയി. മേലെ ഭയങ്കര തിരക്കായിരുന്ന മേലെ ലൈനിൽ കുറെ നേരം നിന്നപ്പോ ഒരു ദേവീന്റെ മുമ്പത്തെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളുടെ ലൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ കഴിഞ്ഞിട്ടായിരുന്നു ദീദി പിന്നെ സ്വാതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നിൽക്കേണ്ടപ്പോ അവരെന്ത് കുറച്ച് സ്റ്റെപ്പ് ചെയ്തിട്ട് മേലെ ഒരു തിണ്ടുണ്ട്, മേലെ കയറി നിന്നു. അപ്പൊ അവർക്ക് ഡയറക്ട്ലി ദേവിയെ കാണാൻ പറ്റും. ഓ അപ്പൊ ഞങ്ങളൊക്കെ ലൈനിൽ തന്നെ ആയിരുന്നു. ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടല്ലോ. ഓ അങ്ങനെ അപ്പൊ അവരൊക്കെ നിന്നിട്ട് സീതാജി അവര് കണ്ണടച്ചിട്ട് അവർ തന്നെ ദൈവത്തിനെ അതേമാതിരി സ്വാതി കരയ പറഞ്ഞ അവിടെ ഭയങ്കരമായിട്ട് ദേവിയെ കണ്ടിട്ട് കരച്ചിൽ നിർത്താൻ പറ്റില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും. പുള്ളിക്കാരത്തി മനസ്സ് തുറന്ന് കരഞ്ഞു. നമുക്ക് പറ്റില്ല, ആണുങ്ങൾക്ക് പറ്റില്ലല്ലോ. മനസ്സ് തുറന്ന് കരഞ്ഞു. അപ്പൊ അത് കാണുമ്പോഴേ നല്ലൊരു അതായിരുന്നു. പിന്നെ ദീദി രണ്ടാളും കൂടെ ദീദി കാമൻ പോയിട്ടൊക്കെ അങ്ങനെ തന്നെ കണ്ണടച്ചിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ലൈൻ ഇങ്ങനെ വന്നു. ദേവിനെ മുമ്പർത്ത് വന്നു. അത് അവിടെ തൊഴുകാൻ പറ്റിട്ടോ, സുഖമായിട്ട് തൊഴുകാൻ പറ്റിയോ. നല്ല ദർശനമായിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നി. അവിടെ ചെറിയ പ്രസാദം നിന്നു കൽക്കണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് അവിടുന്ന് വന്നു. പിന്നെ അവിടുന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ആ ട്രിപ്പ് പിന്നെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോ പോവാറായി നമ്മൾ പിന്നെ എല്ലാവരും. അതെ അതെ സപ്തശൃംഗി ലാസ്റ്റ് ഡേ തന്നെ ആയിരുന്നു. സപ്തശൃംഗി ലാസ്റ്റ് ഡേ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുവരെയായിരുന്നു ഞങ്ങളുടെ എല്ലാം ട്രിപ്പ്. അത് കഴിഞ്ഞപ്പോ പിന്നെ പോവാനുള്ള തിരക്ക് അതായി. പിന്നെ ലാസ്റ്റ് ഡേ ഇത് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇത് അവിടെ നമുക്ക് തിരിച്ചു പോകണത് 3-ാമത്തെ ദിവസമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ്, രാവിലെയാണ് എല്ലാവരും പോണത്. അപ്പോ അല്ല മൂന്നാമത്തെ ദിവസമാണ് എല്ലാവരും പോണത്. 3-ാമത്തെ ദിവസം സുരഭിയും ജമുനയും പിന്നെ രണ്ടാളും അവരൊക്കെ പോയി. അവർക്ക് ട്രെയിന് വേഗമായിരുന്നു. എന്റെ വൈകുന്നേരമായിരുന്നു. ദാറ്റ് ഈസ് തേർഡ് ഡേ. അപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ പോയ ശേഷം ഇത് സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. സോറി ആണ് ഗ്രൂപ്പ് പോകണം കുറച്ച്. സെക്കൻഡ് ഡേ ആയിരുന്നു. സെക്കൻഡ് ഡേ ആണ് ദേവിയിലൂടെ പോയത്. തേർഡ് ഡേ നമ്മള് പിന്നെ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചെയ്തു.
ഏർലി അല്ല, നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തപ്പോ പിന്നെ ഇവർക്ക് ട്രെയിന് അവിടേക്ക് പോകണം, സുരഭിക്കും യമുനയ്ക്കും ഇവർക്കൊക്കെ പോകണം പറഞ്ഞിട്ട് ദീദി അവരെ കൊണ്ടാക്കുകയായിരുന്നു. ബാക്കി നമുക്കൊക്കെ നമ്മൾക്ക് ഒരു തൃമ്പക്കേശ്വർ പോകണം പറഞ്ഞിട്ടായിരുന്നു. എന്താ അവിടെ ഗുരു മൗലി നമ്മളെ വിളിക്കുന്നു പറഞ്ഞു, അവിടെ പോകണം പറഞ്ഞു. ശരി, എപ്പോഴും ഓർമ്മ വന്നു. ഗുരു മൗലി നിങ്ങളെല്ലാവരും കാണണം, സ്റ്റേജിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇവർക്ക് പോകണം. ഇവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറെ ദൂരമാണ്, അപ്പൊ ട്രെയിൻ മിസ്സാവും. അപ്പൊ ഇവർക്ക് പോകണം പറഞ്ഞു. ഇവര് ട്രെയിനിന്റെ ഔട്ട് മറ്റേ കുട്ടിക്ക് ബാംഗ്ലൂർ കാലിക്ക് ഫ്ലൈറ്റ് ആണ്, പിന്നെ സുരഭിക്ക് ട്രെയിനായിരുന്നു. അപ്പൊ ദീദിയാണ് കാറിൽ കൊണ്ടാക്കിയത് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് പോയി, അവിടെ ത്രിംബകേശ്വറിൽ പോയി. ത്രിംബകേശ്വറിൽ പോയപ്പോ അവിടെ ത്രിംബകേശ്വറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു മൗലിന്റെ സ്വാമി സമർത്ഥിന്റെ അവിടെ പോയിട്ടായിരുന്നു. അപ്പൊ അവിടെയെല്ലാം പോയി തൊഴുതു. അപ്പോ ഗുരുമൗലി കുറെ ലേറ്റ് ആയിട്ട് എന്തോ വന്നതുണ്ട്. അപ്പോ കുറെ ലേറ്റ് ആയി. നമ്മളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു പുറത്ത്. അപ്പൊ എനിക്കും പോകാൻ, സംഘമൊക്കെ പോകാൻ സമയമായി. ഉച്ച കഴിഞ്ഞു, 2-3 മണിയായി. ഞാൻ 3 മണിക്ക് ഇറങ്ങണം വിചാരിച്ചാണ്. ഇപ്പൊ അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല. വേറെ എന്റെ കൂടെ ഉണ്ടായിരുന്ന മറാഠി ഫാമിലി ബോംബെ ഉണ്ടായിരുന്നത്, നവി മുംബൈ ഉണ്ടായിരുന്ന ഒരു സാത്മ ശൈലിയെ പറഞ്ഞു കൂടെ പോവാ പറഞ്ഞു. അപ്പൊ ശരി പറഞ്ഞു. അപ്പൊ അവരുടെ കൂടെ 4 മണിക്ക് പോയി. അപ്പൊ എല്ലാവരെയും ബൈ ബൈ ചെയ്തു. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി അമ്പലത്തിൽ പോയി ചുറ്റി വന്നിട്ട് ഇങ്ങനെ വന്ന് ട്രെയിന്, ഞാനും പല്ലവി പറഞ്ഞ ഗുജറാത്തി ലേഡി ഉണ്ടായിരുന്നു, പിന്നെ ഇവരുണ്ടായിരുന്നു ബോംബെയിലത്തെ അവരുണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് 2 ഓട്ടോ ആക്കി ഞാൻ അവിടെ എത്തുമ്പോൾ അവര് ഈ ബോംബെ ഫാമിലി സെപ്പറേറ്റ് ആയി. പിന്നെ ഞാനും ആന്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് ബസ് പിടിച്ചു. ഞങ്ങൾ റെയിൽവേക്ക് പോണ ബസ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോണ ബസ്, അതിൽ പിടിച്ചു. അത് പിടിച്ചപ്പോ ആ സമയത്തിന് അത് ഇപ്പം വിചാരിച്ചതാ. അത് പറഞ്ഞു ഒരു കയറിയപ്പോഴാണ് മനസ്സിലായത് 1.5 മണിക്കൂർ എത്തുന്നു. 1.5 മണിക്കൂർ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കാൻ എന്റെ ട്രെയിൻ മിസ്സാവും. അപ്പോ അപ്പൊ തുടങ്ങി നമ്മൾക്ക് ഒരു ടെൻഷൻ തുടങ്ങി. ആ ആന്റിക്ക് എന്നെ പറ്റിയിട്ട് ടെൻഷൻ ആയിരുന്നു, എന്റെ ട്രെയിൻ മിസ്സാവും പറഞ്ഞിട്ട്. അപ്പൊ ഉള്ളിൽ കയറിയതും ആ ഗുജറാത്തി ആന്റി മുമ്പിൽ കയറി. ഞാൻ പിന്നാലെ, എന്റെ ബാഗ് ഹെവി ആയിരുന്നു, അവധി ഉണ്ടായിരുന്നു, ഒരു അറ്റാച്ച് ചെയ്യായിരുന്നു, വീൽ രണ്ടും നല്ലതായിരുന്നു. പക്ഷെ അവർക്ക് കുറച്ചുകൂടി ഹാൻഡി ആയിരുന്നു. എന്റെ ഭയങ്കര ഹെവി ആയിരുന്നു. ഈ നനഞ്ഞ അതൊക്കെ ഉള്ള കാരണം കൊണ്ട് നനഞ്ഞ അത് കാരണം ഭയങ്കര ഹെവി. പിന്നെ ആ പിന്നാലെ കയറിയപ്പോ അവർ മുഴുവൻ സ്ത്രീകളെ ഇരിക്കുകയാണ്. അവർ എൻഡിലേ ഇറങ്ങുള്ളൂ. അപ്പൊ ഞാൻ പിന്നാലെ കുടുങ്ങി. ഇറങ്ങാനും താഴെ ഇറങ്ങിയിട്ട് പോയാലോ വേറെ ഓട്ടോ പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ പിന്നെ അവര് മുമ്പിൽ നിന്ന് പല്ലവി ആന്റി പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ലേലിയാ പറഞ്ഞു, ഞാൻ നിങ്ങൾ ടിക്കറ്റ് എടുത്തു പറഞ്ഞു. ശരി പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇറങ്ങാനും പറ്റില്ല, പിന്നാലെ ഇറങ്ങാനും പറ്റില്ല, അങ്ങനെ നിൽക്കാൻ നോക്കാ പറഞ്ഞു. പിന്നെ ഞാൻ മുമ്പിലേക്ക് പോയി. അപ്പൊ 2 ചെക്കന്മാർ കണ്ടു കേട്ടോ, മറാഠി ചെക്കന്മാര്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സാവും നിങ്ങളുടെ. ഇത് എല്ലാവിടെയും നിൽക്കണ അതാണ്, നിങ്ങൾ സിറ്റി എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറി 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതാണ് റെഡ് ലൈറ്റ് സിഗ്നലാണ്. അപ്പൊ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മിസ്സാവും എന്ന് പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ ഓട്ടോ പിടിച്ചോളൂ ഇറങ്ങിയിട്ടേ പറഞ്ഞു. അപ്പൊ അങ്ങനെ ടെൻഷനായിരുന്നു. അപ്പൊ മറ്റേ ചെക്കൻ പറയുന്നത് കൊണ്ട് നോക്കട്ടെ, ചിലപ്പോൾ അത് എത്തിക്കും പറഞ്ഞു. അപ്പൊ ഒരു ചെക്കൻ നോക്കിട്ട് അപ്പൊ ട്രെയിൻ ലേറ്റ് ആയിരുന്നു, 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നുണ്ടായിരുന്നു, 20 മിനിറ്റ് ലേറ്റ് ആയി പറഞ്ഞു. അപ്പൊ സമാധാനമായി. എന്നാലും മറ്റേ ചെക്കൻ പറയും, എന്നാലും ഇത് സമയം എടുക്കും, ഈ ബസ് കുറെ വളഞ്ഞിട്ടാ പോണതെന്ന്. അങ്ങനെ 2 ചെക്കന്മാർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടോ. ഇടയിൽ ഒരു ചെക്കൻ ഇറങ്ങിപ്പോയി. പിന്നെ മറ്റേ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. ആ ചെക്കൻ എന്റെ ലാസ്റ്റ് വരെ എന്റെ ട്രെയിൻ ട്രാക്കിംഗ് ആയിരുന്നു, എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ട്രാക്കിംഗ് ആയിരുന്നു. 2 ചെക്കന്മാർ വരുന്നു, ഒരു ചെക്കൻ ഇറങ്ങിപ്പോയി. അപ്പോ എന്റെ കൂടെ ഗുജറാത്തിലേക്ക് ഭയങ്കര ടെൻഷൻ എന്നെ കണ്ടപ്പോ. ഞാൻ മിസ്സാവുന്നുണ്ട്. അവർക്ക് ബസ്സില്ല, അവർക്ക് ബസ് ഉണ്ട്. അവർക്ക് ഒരു ബസ് പോയി കഴിഞ്ഞാൽ വേറെ ബസ് കിട്ടും, എനിക്കത് ട്രെയിൻ ഉണ്ടല്ലേ. അപ്പോ അവിടുന്ന് പിന്നെ ഞങ്ങള് ഒരു പോയിന്റിൽ എത്തിയപ്പോ സിറ്റി എത്താറാകുമ്പോ അവിടെ ഇറങ്ങി. അവിടുന്ന് ഓട്ടോ പിടിച്ചു. ഈ പയ്യനുണ്ട്, ഞാനുണ്ട്, പിന്നെ ആന്റി ഉണ്ട്. ഈ പയ്യൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ പയ്യന് ബോംബെയിൽ പോകണം. പക്ഷെ പയ്യന്റെ ട്രെയിന് 7:30 ആയിരുന്നു. എന്റെ 6:17 ആയിരുന്നു കേട്ടോ. അപ്പോ അങ്ങനെ ട്രെയിൻ ഇറങ്ങി, ഒരു ഓട്ടോക്കാരൻ കിട്ടി വരുന്ന നല്ലൊരു ഓട്ടോക്കാരൻ, തരികിട അങ്ങനത്തെ ഓട്ടിക്കുന്ന ആളാണ്. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം, അങ്ങനെ ആളാ, നല്ല ആളെ കിട്ടിയത് ആ സമയത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിലിരുന്നിട്ട് ഒരു ഓട്ടം വാശിയാ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ, നമ്മള് ഡൽഹിയിലൊക്കെ അങ്ങനത്തെ കാണുന്ന സീന് കാണും, ഇതൊക്കെ നോർമൽ ആട്ടോ. ഇവിടെയൊക്കെ ഒന്ന് കാണാൻ, നാസിലൊന്നും കാണാൻ പറ്റില്ല. അവര് വിചാരിക്കുന്നത് ആരാത് ഇവിടുന്ന് വന്നിരിക്കണെന്ന് വിചാരിക്കും. അപ്പൊ അവര് ഓട്ടോക്കാരനെ കൊണ്ടുപോയി ഇങ്ങനെ സ്പീഡിൽ അവിടെയും ഇവിടെയും ആയിട്ട് ഇങ്ങനെ ഇടയിൽ എത്താറാകുമ്പോ ആന്റീനെ ഇറക്കി. അവിടെ ബസ് സ്റ്റാൻഡിൽ വരുമായിരുന്നു, ആന്റി ഇറക്കി. ആന്റി പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ്, അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടി എന്നെ പറയണം പറഞ്ഞു. ശരി പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയതും ഓട്ടോക്കാരൻ ഞാൻ കാശ് കൊടുത്തു.
അപ്പോ എന്റെ കൂടെയുള്ള പയ്യൻ പറഞ്ഞു "നിങ്ങൾ കാശ് കൊടുക്കും, ഞാൻ ബാഗ് കൊണ്ട് ഓടുകയാണ്." എന്റെ ബാഗ് ഹെവി ബാഗ്. ഓ ആ ബാഗ് കൊണ്ട് ആ ചെക്കൻ ഓടിയ ഒരു ഓട്ടം, അയ്യോ ഞാനൊരു ആരെ വരിയ ഒരു ദൈവദൂതനെ മാതിരിയിട്ട് രണ്ട് ചെക്കന്മാരെ എനിക്ക് കിട്ടിയത്. പിന്നെ പ്ലസ് ആന്റി ആന്റി മൂന്ന് ഓ ആൾക്കാർ എന്നെ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന മാതിരി എനിക്ക് തോന്നിയത്. ഓ അവിടുന്ന് ആ ചെക്കൻ ഒരു ഹെവി ബാഗ് ഇങ്ങനെ ഓടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓടി ഉള്ളിലേക്ക്. ഉം ഓടിയതും എന്റെ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഓടി എത്താണത് പ്ലാറ്റ്ഫോം 1-ലാ. ആ പ്ലാറ്റ്ഫോം 2-ലാണ് വണ്ടി കിടക്കണം അപ്പുറത്ത്. അത് ഓ ഇടയിൽ ഇങ്ങനെ ഗ്രില്ലുണ്ട്. അപ്പൊ അവിടെ ഓ നിൽക്കണു, രാജധാനി നിൽക്കണു. അപ്പോഴേക്കും പാവം അത് ഓടി വെച്ചിട്ട് അവിടെ വന്ന് ബാഗോട് വെച്ചു. അപ്പോഴേക്കും എന്താ വണ്ടി മെല്ലെ മൂവാൻ തുടങ്ങി. ഓ മൈ ഓ അയ്യോ, അപ്പൊ ഹാർട്ട് ബ്രേക്ക് ആയി. ആ എന്നെക്കാട്ടിലും കൂടുതൽ പാവം അവനാ ടെൻഷൻ, അവനാ ഒരു ഹാർട്ട് ബ്രേക്ക്. പറയാ ഇതുവരെ എത്തിയിട്ട് വണ്ടി പിടിക്കാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട്. അപ്പോ ഓ അങ്ങനെ വണ്ടി അവളുടെ രാജധാനി അങ്ങനെ മിസ്സായി. ഓ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ ഇങ്ങനെ മിസ്സാവണത്. എന്തോ റീസൺ ഉണ്ടല്ലോ, അത് കാരണം അതെ നമുക്കൊന്നും അതെ ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു ഒരു കാരണം ഉണ്ട്. അത് 1 മിനിറ്റോ 2 മിനിറ്റോ ലേറ്റ് ആയിട്ട് എനിക്ക് പിടിക്കാൻ പറ്റിയിരുന്നു. ആ ആ ആ അപ്പൊ ഇത് നമ്മളുടെ മുമ്പറത്തില് അവിടെ നിന്ന് കഴിഞ്ഞ ഈ കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം അത് എടുക്കണ്ടേ, വലിച്ചെടുക്കണ്ടേ. യങ് ചെക്കനാട്ടോ, 10-25 വയസ്സായിട്ടുണ്ടല്ലോ അത്. ഓ അപ്പോ ശ്വാസം വലിച്ചെടുക്കണ്ടേ, അത്ര ഓടിയാണ്. അപ്പോ അവനെ സങ്കടം, എനിക്കും സങ്കടം. ഓ ഞാൻ പറഞ്ഞ പോട്ടെ സാറില്ല പോയി പറഞ്ഞു താങ്ക് യു സോ ഹെൽപ്പ് പറഞ്ഞു. നൈ സാർ താങ്ക് യു. എന്താ അവന് ഭയങ്കര സങ്കടം എന്റെ ട്രെയിൻ മിസ്സായത്. ഓ അപ്പോ എനിക്ക് മനസ്സിൽ വിഷമമുണ്ട്. ഇനി ഡൽഹിയിൽ എങ്ങനെ എത്തുകയെന്ന് എനിക്ക് മനസ്സിൽ ചിന്തയായി. നമ്മൾ ഈ ഉം ഇവിടെ നാസിക്കിൽ നിന്ന് റെഗുലർ ആയിട്ട് ട്രെയിൻ ഒന്നും ഇല്ല. റെഗുലർ ട്രെയിൻ പോകണത് 1-2 ട്രെയിനേ ഉള്ളൂ ദിവസത്തില്. പിന്നെ രാവിലെയൊക്കെ പോണത്, ഇത് നമ്മൾ വൈകുന്നേരത്താണ്. അപ്പോ ആ അവിടെ പോയി കൗണ്ടറിൽ പോയി പയ്യനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു 11 മണിക്ക് പഞ്ചാബ് കയറിണ്ട്, പിന്നെ 10 മണിക്ക് കൗണ്ടർ തുറക്കുള്ളൂ പറഞ്ഞു. 10 മണിക്ക് ആ ടിക്കറ്റ് കൊടുക്കുള്ളൂ പറഞ്ഞു. ആ അങ്ങനെ ഞാൻ പറഞ്ഞു ചെക്കൻ പറഞ്ഞു പോവാ നമുക്ക് വാഷ്റൂമിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടേ എനിക്ക് മൂടില്ല, നീ പോയിട്ട് വന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയി. അവിടുന്ന് ഞാൻ ദീദിയെ വിളിച്ചു. പറഞ്ഞു ദീദി എങ്ങനെ ട്രെയിൻ മിസ്സായി പറഞ്ഞു. ദീദി ഷോക്കായി. ഇങ്ങനെ മിസ്സായതേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മിസ്സായി പറഞ്ഞു. അപ്പോ പറഞ്ഞു ശരി, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പോകുന്ന സമയത്ത് സ്വാമി സമർത്ഥത്തിന്റെ അടുത്ത് ആജ്ഞ ചോദിക്കണം. ഞാൻ ഓ പോവാണ്, ഓ ഓ ഓ ഓ ഓ ഞാൻ അത് പോവാണ്. ശരി. അത് നമ്മൾ ചോദിച്ചില്ല, ഇപ്പൊ ആ, ദേഷ്യത്തിലാണ്. ഓ അപ്പോ ഞാൻ പറഞ്ഞു അവന്റെ അത് ചോദിക്കാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്, എന്റെ ജേർണി മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവണേ എന്ന്. ഞാൻ മനസ്സിലങ്ങനെ പ്രാർത്ഥിച്ചു ട്ടോ. ഓ അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ വെച്ചു. അവര് അവര് പോവാൻ നിൽക്കുകയാണ്. തിരിച്ച് ഉം അവര് ഉം പൂനെയിലേക്ക് പോകാൻ വേണ്ടി കാറിൽ അവർ നിൽക്കുക. ഓ അപ്പൊ ഞാൻ അവിടെ എന്റെ ബാറ്ററി ഡൗൺ ആയി. പിന്നെ ഇതില് പവർ ബാങ്കിലും ഒന്നുമില്ല, അതൊന്നുമില്ല. പിന്നെ ഉം ഞാൻ വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് ഞാൻ ചാർജ് ചെയ്തു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 10 മണിയായി ഓടി ഞാൻ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് വാങ്ങിച്ചു. ഒരു ഓ ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ്. ബാക്കിയെല്ലാം ഓ ഫുള്ളാണ്. 3 ടയറും ഫസ്റ്റ് എ സിയും കൂടി ഫുൾ. ഫസ്റ്റ് എ സി, ഓ സെക്കൻഡ് എ സി, തേർഡ് എ സി, 3 ടയർ നോൺ എ സി, അതും എല്ലാം ഫുള്ള്. ഉം അങ്ങനെ ഞാൻ ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റ് വാങ്ങിച്ചു. എന്നിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയി സെക്കൻഡ് ടയർ പിന്നെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ വന്നു. ഉള്ളിൽ കയറി 3 ടയർ സ്ലീപ്പർ ക്ലാസ്സിൽ എല്ലാ ആൾക്കാരും കിടക്കാൻ തുടങ്ങി. സമയമായില്ല, 10 മണി ട്രെയിനിലൊക്കെ വേഗം കിടക്കുമല്ലോ. ആ അത് കിടക്കാൻ തുടങ്ങി. നമ്മളവിടെ ഇരുന്ന് ബാഗ് കൊണ്ട് ഞാൻ വിചാരിച്ചു നീ എന്താ ചെയ്യുക. ഇത് ഉള്ളിൽ കയറി ട്രെയിൻ തന്നെ, ആരും പുറത്തേക്ക് ആക്കില്ല. അപ്പൊ അത് ആ വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കൂടെ കുറച്ച് ചെക്കന്മാരുണ്ട്, ബീഹാർ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ആ അവിടുന്ന് എമിഗ്രൻസ് ഒക്കെ ഇല്ലേ, അവരൊന്നും ഓ ടിക്കറ്റ് ഇല്ലാത്തവരാണ്. അവർക്കൊക്കെ അവർ കൂളായിട്ടിരിക്കും. ഓ നമുക്കൊന്നും ഓ ധൈര്യമില്ലല്ലോ, നമ്മൾ ഇതൊക്കെ ചിട്ടയൊക്കെ ഫോളോ ചെയ്യുമ്പോ ധൈര്യം കുറവാ. അപ്പൊ അതെ അവരെ കണ്ടപ്പോ പഠിച്ചപ്പോ നമുക്ക് ധൈര്യം വന്നു. അപ്പൊ എന്റെ പിന്നെ പെങ്ങളുടെയും വൈഫിന്റെ ഒക്കെ ഫോൺ വന്നു വീണു. ഇത് ടയറ് ഇവിടെ TTR എന്റെ അടുത്ത് വരിക, നമുക്ക് അവിടെ പോകേണ്ടി വരും പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പിന്നാലെ പോയി TTR കണ്ടു. TTR ഒരു ടിക്കറ്റും ഇല്ല, എവറിത്തിങ് ഇസ് ഫുൾ പറഞ്ഞു. ഉം അങ്ങനെ അങ്ങനെ പിന്നെ തിരിച്ചു വന്ന് അവിടെ വന്നിരുന്നു. പിന്നെ ആ TTR തിരിച്ചിവിടെ വന്നു. TTR പറഞ്ഞു, ഞാൻ TTR പിന്നെ പറഞ്ഞു സോറി സർ ഐ മിസ്ഡ് മൈ രാജധാനി, കൈൻഡ്ലി അറേഞ്ച് 1 ടിക്കറ്റ് പറഞ്ഞു. പിന്നെ എനി കോച്ച് 3 ടയർ 2 ടയർ ഏതെങ്കിലും. അച്ഛാ യു വോണ്ട് 3 ടയർ? ഓ ശരി, ഒരു 3 ടയറിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. നിങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം കൂടെ പോകണം. അങ്ങനെ ടിക്കറ്റ് നിങ്ങൾ അവരോട് ചോദിക്കും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ട്രെയിൻ ഇറങ്ങി സ്റ്റേഷൻ എത്തിയപ്പോൾ അതിൽ കൂടെ ഞാൻ ഓടി, ബാഗ് കൊണ്ട് ഓടി. എന്താ ഓടിയപ്പോ പിന്നെ 2-3 കോച്ച് കഴിഞ്ഞിട്ട് എല്ലാം കോച്ചിന്റെ വാതിൽ അടച്ചിരിക്കുക.
എനിക്ക് ഓ പേടി. ഇപ്പൊ ഇത് വാതിലടച്ചു കഴിഞ്ഞാൽ നീ വണ്ടി വിട്ട് കഴിഞ്ഞാൽ അതിൽ ഇതും പോവാണ്ട് ഇവിടെ വേറെ എവിടെയെങ്കിലും ഒന്ന് കിടക്കേണ്ടി വരുമോ വിചാരിച്ചു. അപ്പോഴേക്ക് ഒരു കോച്ചിന്റെ ഒരു ഡോറ് തുറന്നിരിക്കില്ല, ഒരു ചെക്ക് മാത്രമേ ഉള്ളൂ. ഓ ഇത് ആരെ സെൻഡ് ഓഫ് ചെയ്യായിരുന്നു. അപ്പോ ആശിക്കനെ വന്നപ്പോഴേക്ക് എന്റെ ബാഗ് ഞാൻ എടുത്തിട്ട് ഉള്ളിൽ കയറി. അപ്പൊ അവിടെ നിന്ന് തന്നെ ഞാൻ ഉള്ളിൽ കയറി. ഞാൻ പറഞ്ഞു, സാർ TTR കണ്ടു, തമിഴ്നാടുണ്ട്, ആ നല്ലൊരു മനുഷ്യൻ. അതിനെ കണ്ടു സാർ, ഞാൻ ഇവിടുന്ന് വരികയാണ്, ഐ മിസ് മൈ രാജധാനി ആൻഡ് ഐ വിൽ സെൻഡ് ബൈ ആൻ പറഞ്ഞു. അയാളുടെ പേര് ആൻ എന്തുവായിരുന്നു. ഓ അച്ഛാ ഉം, ഓക്കെ. അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഓ കുറച്ച് കഴിഞ്ഞ് അവിടെ ഇരുന്നു, ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. ഓ പറഞ്ഞു ഓ നിങ്ങൾ പോകും, അവിടെ TTRൽ 60 നമ്പർ ഉണ്ട്, അവിടെ പോയി കിടന്നോളും പറഞ്ഞു. ഓ ഓക്കെ, ഓ ഓ കുറച്ച് കഴിഞ്ഞാൽ വരാം. ഓ കുറച്ച് കഴിഞ്ഞാൽ അവർ വന്നു, അയാൾ വന്നു പറഞ്ഞു നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് 31 നമ്പർ കിട്ടിയിട്ട് അതിൽ പോയിരുന്നോളും പറഞ്ഞു. ഓ ഓ ഓ അപ്പൊ ഞാനെല്ലാം അപ്പൊ ചോദിച്ചു, സാർ എത്ര ടിക്കറ്റിന്റെ കാശ് തരുന്നത്? ഗെയിം നോർമൽ എത്രയുണ്ട്, നോർമൽ ടിക്കറ്റ് 1400 rupees അത് തന്നാൽ മതി വരും. അത്രയാണ് ചാർജ്, നോർമൽ ചാർജ് തന്നാൽ മതി വരും. ഒരു ഓ ഫൈനും ഇല്ല. അല്ലാണ്ട് ഇവർക്ക് TTR ചിലപ്പോ കൂടുതലും ചോദിക്കാൻ പറ്റുമല്ലോ, ചോദിക്കാൻ ആ കൊടുക്കേണ്ടി വരും. ആ ഇയാള് നല്ലൊരു മനുഷ്യനായ കാരണം അയാൾ അങ്ങനെ കൊടുത്തു. ടിക്കറ്റ് എല്ലാം എല്ലാം ചെയ്തു തന്നു. നല്ലൊരു ഒരു അത് ഒരു നമുക്ക് വേണ്ടിയിട്ട് വന്ന ഒരാളെ മതി, ദൈവം അയച്ചാൽ അതെ മതി. അതെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളതും. അങ്ങനെ പിന്നെ ഇങ്ങനെ അവിടെ കടന്നപ്പോ അവിടെ സൈഡിലത്തെ ആയിരുന്നു കേട്ടോ, സൈഡ് സീറ്റ് ഉണ്ടാവില്ലേ ഈ ആ വഴിയില്, ആ ആ അവിടെയായിരുന്നു. അപ്പൊ സുഖമായിട്ട് അവിടെ കടന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരു ഭാര്യയും ഒരു വൈഫും ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു, ഒരു വന്നിട്ടായിരുന്നു. അപ്പൊ എനിക്ക് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുക പറഞ്ഞു. ചെറിയ ഓ കുട്ടീനെ കുട്ടി കടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആ എക്സ്ചേഞ്ച് ചെയ്യാൻ ഞാൻ മേലെ പോയി കടന്നു. ഓ വേലയെ കടന്നപ്പോ കുറെ ആഗ്രഹം തന്നെ എത്തിയപ്പോ ഭയങ്കര തിരക്ക്. തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജന്മാഷ്ടമിയൊക്കെ ആയ കാരണം കൊണ്ട് ഇതൊക്കെ അങ്ങനെ ആ അത്ര തിരക്കിട്ടു. അപ്പൊ തിരക്കുമ്പോ ഞാൻ പേടിച്ചു. ഇനിയിപ്പോ ട്രെയിന് വിട്ടെടുത്ത്, ആക്ച്വലി ഫിറോസ്പൂരിന്റെ പഞ്ചാബിൽ പോണ ട്രെയിനാണ്. ഓ തിരക്ക് പറഞ്ഞാൽ ആൾക്ക് ബസ് നിൽക്കില്ല, അതേമാതിരി തിരക്ക്. ട്രെയിനിലെ AC-ലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഓ സ്റ്റാൻഡിങ്. അപ്പൊ ഓ ഞാൻ പേടിച്ചു. ഞാൻ വേലെ കിടക്കുകയാണ്, എന്റെ ലഗേജ് താഴെയാണ്, ഇത് എങ്ങനെ കടന്ന് പോകാൻ പറ്റും, നമുക്ക് ട്രെയിൻ സ്റ്റേഷൻ അറിയുകയും ചെയ്യില്ല. അപ്പോഴെ പിന്നെ താഴെ 2 ചെക്കന്മാരുണ്ട്, എന്നിട്ട് അവര് നിസാമുദ്ദീൻ എന്റെ കൂടെ ഇറങ്ങുന്ന ചെക്കന്മാരാണ്. ഓ അപ്പൊ അവര് ഞാൻ പറഞ്ഞു എന്നോട് പറയണേ, ഞാൻ മേലെയാണ് പറയണത്. ഓക്കെ. അപ്പൊ അവരൊരു നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടി. അവിടെ ഓ സ്റ്റേഷനിൽ എത്തി, ഒരു ഹെൽപ്ഫുള്ളായി. അവിടെ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകേണ്ട ദൂരമുള്ളൂ. പിന്നെ മെട്രോ പിടിച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിലെത്തും. ഓ അങ്ങനെ മെട്രോ പിടിച്ചിട്ട് വീട്ടിലെത്തി. ഒരു ദിവസം വൈകിയാലും മോസ്റ്റ് കംഫർട്ടബിൾ ജേർണി, പോവാനും വരാനും ആയിരുന്നു. എ- അങ്ങനെയല്ല മാസ്റ്റർ, അത്രയും കഷ്ടം അനുഭവിച്ചിട്ട് എവിടെയൊക്കെ സഹായത്തിന് ആളുണ്ടായി, പിന്നെ നമ്മൾ കഷ്ടമാണ് അനുഭവിക്കണേന്ന് നമുക്ക് തോന്നണില്ല. കറക്റ്റ് അറിഞ്ഞാല് ആകാറുന്നത്. അതാണ് ഇത് അതാണ് അതിന്റെ ആൾക്കാർക്ക് പ്രത്യേകത. വിശ്വാസമുണ്ട്. അതാണ്. അല്ല, നമ്മൾ ഇത്രയും വേറെ നമ്മുടെ വീട്ടിലത്തെ ഒരു ആവശ്യത്തിന് വേറെ എന്തിനു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കര ഒരു കഷ്ടമായിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഇങ്ങനെ ഒരു ജേണിയിൽ നമ്മൾ എത്ര പേര് ഹെൽപ്പ് ചെയ്തു മാസ്റ്റർ. ഇപ്പൊ നോക്കൂ, അതെ, എത്ര എത്ര ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു എനിക്ക് അറിയില്ല. അത് ഞാനിത് ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ബിലീവ് ആവുന്നില്ല. ഞാൻ വെറുതെ അവര് ഇതേ പറയുള്ളൂ, നീ ട്രെയിൻ മിസ്സായില്ലേ അതേ പറയുള്ളൂ. അത് ആ എനിക്ക് അറിയില്ല. ഞാൻ പക്ഷെ അത് ട്രെയിൻ മിസ്സായിട്ട് അന്യ നാട്ടിൽ പോയി കിടക്കുകയാണ്, ട്രെയിനും ഇല്ലാണ്ട് എങ്ങനെ പോവാന്ന് ബുക്ക് ചെയ്യേണ്ട. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് പക്ഷെ ബുക്ക് ചെയ്യേണ്ട, സ്പിരിച്വൽ എവിടെയും ജേണിയിൽ പോകാൻ പോണ പറ്റില്ല. ഒരാൾക്കാണെങ്കിൽ അവർക്ക് ഇതൊക്കെ അതെ അതെ വിശ്വസിക്കാൻ തോന്നും. അതെ, അവർക്കാണ് ഇതൊക്കെ അതെ അതെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. നോർമൽ ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല. അതെ എന്തായാലും അതെ ഹൺഡ്രഡ് മാസ്റ്ററുടെ പെർസെന്റ് അതെ, മാസ്റ്റർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തു. കാരണം കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ, എല്ലാവർക്കും അത് ഞാൻ അറിഞ്ഞിരിക്കണം എല്ലാം ഇങ്ങനത്തെ ഒരു സ്ഥലം. ഞാൻ പ്രാർത്ഥിക്കണത് എല്ലാവർക്കും ചെമ്പക്കേശ്വർ പോകാനുള്ള അവസരം, അതെ നാസിക്കിൽ പോയിട്ട് അതെ അവിടുത്തെ അതെ, കേരളത്തിന് നീ കുറെ പേർക്ക് അവിടെ എത്താൻ പറ്റട്ടെ. എത്താൻ പറ്റും. അതും സുനിത ദീനെ കൂടെ എത്താൻ പറ്റുക അതെ അതിനെക്കാട്ടിലും. അതെ, അയ്യോ, ദീദിയുടെ കൂടെ അവിടെ തന്നെ. പോവാന്ന് വെച്ചാൽ, ദീദിനോടെ പോവാന്ന് വെച്ചാൽ നമ്മൾ 3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പറയണ്ട. അത് അവിടെ പുറത്തൊക്കെ നമ്മളുടെ ഫോറിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് സമയം. അതെ അല്ലേ. എനിക്ക് ആ ഭയങ്കര എന്തായാലും എനിക്ക് ചില ദിവസമൊക്കെ എനിക്ക് എന്താ പറയുക, കരയണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ അതിലായിരുന്നു ഞാൻ. അവിടുന്ന് ഇവിടെ വന്നു തോന്നിയപ്പോഴേ, ഇവിടെ ആ വന്നപ്പോ നമ്മുടെ സ്വന്തം വീട്ടിലെ വരുന്നാലും ഒരു ആ വേറെ ഒരു സ്ഥലത്ത് വന്ന മാതിരി വീട്ടിലത്തെ അറ്റാച്ച്മെന്റ്, ഹോം അറ്റാച്ച്മെന്റ്, സറൗണ്ടിങ് ആയിട്ട് അറ്റാച്ച്മെന്റ് വരുന്നില്ല. പിന്നെ ഓ വലിയ ഞാനിപ്പോ നിങ്ങള് ഗിതാജി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ആ അത്ര ആങ്കോറിലാണ് ചോദിച്ചിട്ടുണ്ട്. അതെ ശരിയാണ്. അതെ ഞാൻ അതിനകത്ത് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയതാണ്? 100% അതെ ആങ്കോറിലായിരുന്നു. അതെ അതെ, സൗണ്ട് എനിക്ക് ഞാൻ അത് എനിക്ക് തിരിച്ചറിയുന്നുണ്ട് മാസ്റ്റർ. അതൊന്നും ഇനി റിക്കവർ ആയിട്ടില്ലെന്ന്. അപ്പൊ അല്ല, ഞാനും അത് അനുഭവിച്ച ആൾ തന്നെയാണല്ലോ. ദീദിയുടെ കൂടെ നിങ്ങൾ 2 ദിവസം ക്ലോസ് ആയിട്ട്. നടക്കുമ്പോ അതെ അതെ, അതെ അതെ നമുക്കത് അറിയാൻ പറ്റും. അതെന്താണ് ആ ഓറയിൽ നിന്ന് വിട്ടു പോകുമ്പോ നമുക്ക് അതൊരു അതെ അതെ സ്പിരിച്വലി നമ്മളെ പോണ ഒരാൾക്ക് പറഞ്ഞ വേഗം മനസ്സിലാവും അത്. അതെ അതെ
അതെ നോർമലായിട്ട് ഞാൻ ഒരാൾക്കാരോട് പറഞ്ഞാൽ അവർക്ക് അത് വിശ്വസിക്കില്ല. അവരെന്ത് പറഞ്ഞാലും അതിനെ ആ ഒരു മനസ്സിലാവില്ല അവർക്ക്. ആ ഒരു മെന്റലി നമ്മൾ അവർക്ക് മനസ്സിലാവില്ല. അതെ 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 അങ്ങനെ തീർച്ചയായിട്ടും ഞാന് വളരെ അത് എല്ലാവർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആവട്ടെ. നമുക്ക് അടുത്ത വർഷം എപ്പോഴെങ്കിലും രീതിയിൽ തീർച്ചയായും സ്കൂളിൽ പോകാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വരൂ, തീർച്ചയായിട്ടും ഗീതാജിയും വരൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു അവസരം വേഗം തന്നെ ഉണ്ടാവട്ടെ. ഓക്കെ വളരെ സന്തോഷം ഓക്കെ. മാസ്റ്റർ. ലോങ് ആണെങ്കിലും മാസ്റ്റർ വളരെ വ്യക്തമായിട്ട് സോറി ക്ലിയർ സോറി ആയിട്ട് നമുക്ക് കൊറേ ഇല്ല നന്നായിട്ട് പറഞ്ഞു തന്നു. അതിൽ വളരെ സന്തോഷം. സമയമെടുത്ത് നല്ല എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായത് കാരണം വളരെ സന്തോഷം മാസ്റ്റർ. മലയാളം ഓക്കെ അല്ലേ? ഓ ഓക്കെ നമുക്ക് അത്രയ്ക്കേ വേണ്ടൂ. നമുക്ക് അവർക്ക് എനിക്ക് മനസ്സിലാവുമല്ലോ. മലയാളം ശരി അല്ല, എനിക്ക് വർത്താനം പറയുകയാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ പഠിച്ചത് ഞാൻ കാരണം ചെറിയതായി പറയാം. എന്റെ ഓഫീസിൽ കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു. സജി സജി പറഞ്ഞിട്ട് അവർ ഇവിടെ പത്തനംതിട്ടക്കാർ, അവർക്ക് ശുദ്ധ മലയാളിയെ പറയുള്ളൂ അവർക്ക്. അപ്പൊ ഓക്കെ അവരുടെ അടുത്ത് ഞാൻ ഔദ്യ ലാംഗ്വേജാ പഠിച്ചത് കേട്ടോ കൂടുതലും. നമുക്ക് കുഴപ്പമില്ല. പാലക്കാട്ട് തൃശ്ശൂർ ഭാഷയെക്കാട്ടും നല്ലത് അവർ. നല്ല അങ്ങനെ മാസ്റ്റർ നന്നായി. നന്നായിട്ട് പറഞ്ഞു. മാസ്റ്റർ നല്ല ഒരു ഇതിൽ എല്ലാവർക്കും അത് അറിയണ ഭാഷയിൽ പറഞ്ഞു. വളരെ സന്തോഷം. സുനിതാ ദീദിനെ അടുത്തറിഞ്ഞിട്ടും പിന്നെ ഈ നാസിക്കിന്റെ ഒരു ട്രിപ്പും വളരെ നല്ലതായിരുന്നു നമുക്ക് കേട്ടത്. വളരെ സന്തോഷം മാസ്റ്റർ. നമുക്ക് നീണ്ട സമയം ഇനി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വേറൊരു സെക്ഷനിൽ പറയാൻ ബാക്കി. ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മാസ്റ്റർ. താങ്ക് യു സോ താങ്ക് യു മച്ച്. താങ്ക് യു താങ്ക് യു ബൈ ബൈ. ബൈ ബൈ ബൈ. ഇതിനെ അടുത്തറിഞ്ഞിട്ടും പിന്നെ ഈ നാസിക്കിന്റെ ഒരു ട്രിപ്പും വളരെ നല്ലതായിരുന്നു നമുക്ക് കേട്ടത്. വളരെ സന്തോഷം മാസ്റ്റർ. നമുക്ക് നീണ്ട സമയം ഇനി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വേറൊരു സെക്ഷനിൽ പറയാൻ ബാക്കി. ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മാസ്റ്റർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ബൈ ബൈ. ബൈ ബൈ ബൈ.